അപ്പൊ നമ്മൾ ലാസ്റ്റ് വീഡിയോയിൽ ലിനക്സ് കമാൻഡ്സ് എങ്ങനെയാണ്, ഏതൊക്കെ ലിനക്സ് കമാൻഡ്സ് ഉണ്ടെന്നുള്ള കാര്യങ്ങളൊക്കെ കവർ ചെയ്തു. അപ്പൊ നമ്മൾ ഈ ഒരു വീഡിയോയിൽ നമ്മൾ ഇതുവരെ സൈബർ സെക്യൂരിറ്റിയിലോട്ട് എത്തിയിട്ടില്ല, ടെക്നിക്കൽ സൈഡിലേക്ക് എത്തിയിട്ടില്ല എന്ന് വേണമെങ്കിൽ പറയാം. നമ്മൾ അതിന്റെ ഒരു പ്രീസെറ്റ് ആണ് ഇപ്പൊ കഴിഞ്ഞത്. അതിന് വേണ്ടിയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. ഒരു ഇനീഷ്യൽ അതെ, ബേസിക് ജനറൽ നോളജ്. അതെ, എന്തൊക്കെയാണ് നമ്മൾ ഈ വീഡിയോയിൽ നമ്മൾ ഈ എത്തിക്കൽ ഹാക്കിംഗ് എന്നുള്ള ഒരു കോൺസെപ്റ്റ് എന്താണ് എന്ന് പറയലാണ് ഉദ്ദേശം. എത്തിക്കൽ ഹാക്കിംഗ് എന്താണ്, അതേപോലെ തന്നെ ഇനീഷ്യൽ സ്റ്റേജ് ഓഫ് എത്തിക്കൽ ഹാക്കിംഗ് ഉണ്ട്. അതായത് ഇനീഷ്യൽ സ്റ്റേജ് ഓഫ് എത്തിക്കൽ ഹാക്കിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റെക്കനസെൻസ് എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റാണ്. ശരിക്കും എത്തിക്കൽ ഹാക്കിംഗ് പല ഫേസുകളായിട്ടാണുള്ളത്. അപ്പോൾ അതിൽ റെക്കനസെൻസ് അല്ലെങ്കിൽ റക്കൺ എന്നൊക്കെ പറയുന്ന ഒരു ഫേസ് ഉണ്ട്, ഇൻഫർമേഷൻ ഗ്യാതറിങ്, പിന്നെ അതുപോലെ നെറ്റ്വർക്ക് സ്കാനിങ്, അങ്ങനെ കുറച്ച് സ്റ്റെപ്പുകളുണ്ട് നമ്മൾ ഈ എത്തിക്കൽ ഹാക്കിംഗ് ചെയ്യുന്നില്ല. അപ്പോൾ എന്താണ് എത്തിക്കൽ ഹാക്കിംഗ്, ആരാണ് ഒരു ഹാക്കർ, ആരാണ് ഒരു പെനിട്രേഷൻ ടെസ്റ്റർ, ആരാണ്, ഇങ്ങനെയുള്ള കുറച്ച് ജനറിക് ആയിട്ടുള്ള കോൺസെപ്റ്റുകൾ പറഞ്ഞ് ഒന്ന് തുടങ്ങി വെക്കുക എന്നുള്ളതാണ് ഈ ഒരു വീഡിയോയിൽ നമ്മൾ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഫസ്റ്റ് കോൺസെപ്റ്റ് വിച്ച് ഇസ് എന്താണ് എത്തിക്കൽ ഹാക്കിംഗ്. അപ്പോൾ എത്തിക്കൽ ഹാക്കിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ്സ് കേൾക്കുമ്പോൾ പല സിനിമകളിലൊക്കെ നമ്മൾ പലപ്പോഴായിട്ട് കേട്ടിട്ടുള്ളതാണ് ഈ എത്തിക്കൽ ഹാക്കിംഗ് എന്നുള്ളൊരു സാധനം. പക്ഷേ എത്തിക്കൽ ഹാക്കിംഗ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഹാക്കിംഗ് എന്താണോ അത് തന്നെയാണ്, പക്ഷേ ചെറിയൊരു വ്യത്യാസമുണ്ട്, ഹാക്കിങ്ങിൽ നിന്ന് ചെറിയൊരു വ്യത്യാസം. അപ്പോൾ എന്താണ് ഹാക്കിംഗ് എന്നുള്ളൊരു ചോദ്യം വരും. ഹാക്കിംഗ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളൊരു ഡിവൈസിനകത്ത്, ഒരു ഡിവൈസ് അത് ഒരു കമ്പ്യൂട്ടർ ആവാം, ഒരു സെർവർ ആവാം, ഒരു വെബ്സൈറ്റ് ആവാം, ഒരു മൊബൈൽ ആപ്പ് ആവാം, എന്തും ആയിക്കോട്ടെ, ഒരു ഡിജിറ്റൽ അസറ്റിലേക്ക് നമ്മൾ അറ്റാക്ക് ചെയ്യുന്നു, അതിലേക്ക് ഒരു ആക്സസ് എടുക്കുന്നു. അതിൽ ആക്സസ് എടുക്കുന്നു എന്ന് പറയുമ്പോൾ അവിടെ നമ്മൾ നോക്കേണ്ടത് എന്തിനെ ആക്സസ് ചെയ്യുന്നു എന്നുള്ളതാണ്. ഡാറ്റ എന്ന് പറയും. ഡാറ്റ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സാധനം. നമ്മൾ നേരത്തെ വീഡിയോയിൽ പലപ്പോഴായിട്ട് പറഞ്ഞൊരു കാര്യമുണ്ട്, ഡാറ്റ എന്നതിനാണ് ഏറ്റവും ഇമ്പോർട്ടൻസ്. ഡാറ്റയാണ് എല്ലാത്തിലും. അതായത് ഡാറ്റ ഇല്ലെങ്കിൽ ദർ ഇസ് നോ യൂസ് ഓഫ് ഇൻ്റർനെറ്റ്, ദർ ഇസ് നോ നീഡ് ഓഫ് സൈബർ സെക്യൂരിറ്റി. ഇതിൻ്റെ ഒന്നും ആവശ്യമില്ല ശരിക്കും പറഞ്ഞാൽ. അപ്പോൾ ഈ ഡാറ്റയിലേക്ക് ആക്സസ് ചെയ്യുക എന്നുള്ളതാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഡാറ്റയിലേക്ക് ആക്സസ് ചെയ്യുക, ഡാറ്റ എടുക്കാൻ പറ്റുക, അല്ലെങ്കിൽ ഡാറ്റ മോഡിഫൈ ചെയ്യാൻ പറ്റുക, ഡാറ്റ ഡിലീറ്റ് കളയാൻ പറ്റുക, ഇങ്ങനെ എന്തെങ്കിലും ഒരു കാര്യം ചെയ്യാൻ പറ്റണം. ആ ഡാറ്റേനെ എന്തെങ്കിലും ഒരു കാര്യം ചെയ്യാൻ പറ്റണം. ഇതിനെ നമ്മൾ വിളിക്കുന്ന ഒരു പേരുണ്ട്, കോൾഡ് എസ് കോൺഫിഡൻഷ്യാലിറ്റി ഇൻ്റഗ്രിറ്റി അവൈലബിലിറ്റി ട്രയാഡ് എന്ന് പറയും. ഇവിടെ നമ്മൾ കോൺഫിഡൻഷ്യാലിറ്റി ഇൻ്റഗ്രിറ്റി അവൈലബിലിറ്റി ട്രയാഡിൻ്റെ ഒരു കോൺസെപ്റ്റ് ഒന്ന് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അതെന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ കാണുന്നതാണ് CIA ട്രയാഡ് എന്ന് പറയുന്നത്. CIA ട്രയാഡ്, ഇതാണ് CIA ട്രയാഡ് എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ്. അതിനെ കോൺഫിഡൻഷ്യാലിറ്റി ഇൻ്റഗ്രിറ്റി അവൈലബിലിറ്റി ട്രയാഡ് എന്ന് വിളിക്കും. കോൺഫിഡൻഷ്യാലിറ്റി ഇൻ്റഗ്രിറ്റി അവൈലബിലിറ്റി ട്രയാഡ്, ഈ 3 കാര്യങ്ങൾ വരുന്നതാണ് CIA ട്രയാഡ് എന്ന് പറയുന്നത്. അപ്പോൾ എന്താണ് ഈ 3 സാധനങ്ങൾ, ഈ 3 എലമെൻറ്റുകൾ എന്താണ് എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. സൈബർ സെക്യൂരിറ്റിയിൽ നമ്മൾ എന്ത് ചെയ്യുമ്പോൾ, അത് ഒരു ടൂൾ ആയിക്കോട്ടെ, അല്ലെങ്കിൽ ഒരു പ്രോസസ്സ് ആയിക്കോട്ടെ, അതിന് വേണ്ടിയിട്ട് ചെയ്യുന്ന അസസ്മെൻറ്റ്സ് ആയിക്കോട്ടെ, എന്ത് ചെയ്യുന്നുണ്ടെങ്കിലും ഇത് ചെയ്യുന്നതിൻ്റെ ഒരു ഫണ്ടമെൻ്റൽ നീഡ് അല്ലെങ്കിൽ ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത് ഈ 3 കാര്യങ്ങൾ അച്ചീവ് ചെയ്യുക എന്നുള്ളതാണ്. ഈ 3 ഏതെങ്കിലും ഒന്നിനെയോ അല്ലെങ്കിൽ ഈ 3 ഒരുമിച്ചോ അച്ചീവ് ചെയ്യുക എന്നുള്ളതാണ് ശരിക്കും പറഞ്ഞാൽ ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത്. സോ അപ്പോൾ കോൺഫിഡൻഷ്യാലിറ്റി ഇൻ്റഗ്രിറ്റി അവൈലബിലിറ്റി ട്രയാഡ്, അതിൽ ആദ്യത്തെ ആൾ വിച്ച് ഇസ് കോൺഫിഡൻഷ്യാലിറ്റി. ഈ CIA ട്രയാഡ് ആണ് കോൺസെപ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന കോൺസെപ്റ്റ്. ഇതിൽ കോൺഫിഡൻഷ്യാലിറ്റി എന്ന് പറയും. കോൺഫിഡൻഷ്യാലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് നമ്മൾ കേട്ടിട്ടുള്ള ഒരു കാര്യമാണ്. കോൺഫിഡൻഷ്യൽ ഡാറ്റ അല്ലെങ്കിൽ കോൺഫിഡൻഷ്യൽ എന്നൊക്കെ നമ്മൾ പറയില്ല. എന്ന് വെച്ചാൽ ഒരു രഹസ്യ സ്വഭാവം, ഇതാണ് ഒരു ഡാറ്റയുടെ രഹസ്യ സ്വഭാവം എന്നുള്ളതാണ് കോൺഫിഡൻഷ്യാലിറ്റി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. രഹസ്യ സ്വഭാവം കൊണ്ട് ഉദ്ദേശിക്കുമ്പോൾ ഇപ്പോൾ 2 പേര് കമ്മ്യൂണിക്കേറ്റ് ചെയ്യും. ഇപ്പോൾ ഞാൻ മറ്റൊരാളോട് സംസാരിക്കുന്നു, ഞാൻ മറ്റൊരാളോട് വാട്സപ്പിലായിരിക്കാം, അല്ലെങ്കിൽ ഫേസ്ബുക്കിലായിരിക്കാം, അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാമിലായിരിക്കാം, ഏതെങ്കിലും ഒരു സോഷ്യൽ മീഡിയ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പ്ലാറ്റ്ഫോം ഉപയോഗിച്ച് ഞാൻ മറ്റൊരാളോട് സംസാരിക്കുന്നു. ഞാൻ ഈ സംസാരിക്കുന്നത് ഞാനും അയാളും തമ്മിൽ, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഞാനും നിയാസും സംസാരിക്കുന്നു, ഞങ്ങൾ 2 പേരും അങ്ങോട്ടും ഇങ്ങോട്ടും മെസ്സേജ് അയക്കുന്നു. ലെറ്റ്സ് സേ വാട്സപ്പിലാണ് ഈ മെസ്സേജ് അയക്കുന്നതെന്ന് കരുതിക്കോ. ഈ മെസ്സേജിനകത്തുള്ള അതോറിറ്റി, അതായത് മെസ്സേജ് കാണാനുള്ള ഓഥറൈസേഷൻ ഉള്ളത് എനിക്കും നിയാസിനും മാത്രമാണ്. ഞാൻ നിയാസിൻ്റെ ഹായ് എന്ന് പറഞ്ഞൊരു മെസ്സേജ് വാട്സപ്പിൽ അയച്ചു. ഈ മെസ്സേജ് അയച്ചത് ഞാനാണ്, റിസീവ് ചെയ്തത് നിയാസാണ്. അപ്പോൾ ഈ മെസ്സേജ് കാണാനുള്ള ഓഥറൈസേഷൻ അല്ലെങ്കിൽ അതോറിറ്റി ആർക്കാണുള്ളത്? എനിക്കും നിയാസിനാണുള്ളത്. ഇത് കാണാൻ ഒരു മൂന്നാമതൊരാൾക്ക് ആക്സസ് ഇല്ല, അല്ലെങ്കിൽ മൂന്നാമതൊരാൾക്ക് ശരിക്കും പറഞ്ഞാൽ ഇത് കാണേണ്ട കാര്യമില്ല. അപ്പോൾ ഓതറൈസ്ഡ് പേഴ്സൺ എന്ന് പറയുന്നത് ഞാനും നിയാസുമാണ്. പക്ഷെ മൂന്നാമതൊരാളായി കഴിഞ്ഞാൽ എന്തായി? അൺഓതറൈസ്ഡ് പേഴ്സൺ. മൂന്നാമതൊരാൾ ആ മെസ്സേജ് കണ്ടാൽ അതൊരു അൺഓതറൈസ്ഡ് പേഴ്സൺ കണ്ടു എന്ന് പറയും. അങ്ങനെ അൺഓതറൈസ്ഡ് ആയിട്ടുള്ള ഒരാളൊരു മെസ്സേജോ അല്ലെങ്കിൽ ഒരു ഡാറ്റയോ ആ ഡാറ്റ കാണുകയാണെങ്കിൽ അതിനെ നമുക്ക് എന്ത് വിളിക്കാം? കോൺഫിഡൻഷ്യാലിറ്റി ഈസ് ബ്രോക്കൺ എന്ന് പറയും. അത് കോൺഫിഡൻഷ്യാലിറ്റി ബ്രേക്ക് ആകുമ്പോഴാണ് നമുക്കറിയാത്ത, അല്ലെങ്കിൽ അത് കാണാൻ അതോറിറ്റി ഇല്ലാത്ത, അത് കാണാൻ ഓഥറൈസേഷൻ ഇല്ലാത്ത ഒരാൾ ആ ഡാറ്റ കാണുന്നത്.
ആ ഡാറ്റ എന്ന് പറയുന്നത് എന്തോ ഒരു ഡാറ്റയുടെ ഡെഫിനേഷൻ എന്ന് പറയുന്നത് ഇറ്റ്സ് എനിത്തിങ്, എന്തും ഒരു ഡാറ്റയാണ്. ഇപ്പോൾ ഒരാളുടെ പേരാവും, ഒരു മെസ്സേജ് ആവും, ഒരു ഫയലാവും, എന്തൊരു ഡാറ്റയാണ്. അപ്പോൾ ആ ഡാറ്റ കാണാനായിട്ട് അതോറിറ്റി അല്ലെങ്കിൽ ഓതറൈസേഷൻ ഉള്ള കുറച്ച് പേരുണ്ടാവും. അവരല്ലാതെ മറ്റാരെങ്കിലും ഈ ഡാറ്റ കാണുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് പറയും, അവിടെ കോൺഫിഡൻഷ്യാലിറ്റി എന്ന ആസ്പെക്ട്, കോൺഫിഡൻഷ്യാലിറ്റി ബ്രേക്ക് ചെയ്യപ്പെട്ടു എന്ന് പറയാം. വാട്സാപ്പിലെ കാണുന്ന എൻഡ് ടു എൻഡ് എൻഡ് ടു എൻഡ് എൻക്രിപ്ഷൻ എന്ന് പറയുന്നത് തന്നെ ഉപയോഗിച്ചിരിക്കുന്നത് ഈ കോൺഫിഡൻഷ്യാലിറ്റി അച്ചീവ് ചെയ്യുക എന്നുള്ളതാണ്. കോൺഫിഡൻഷ്യാലിറ്റി ബ്രേക്ക് ആവാതിരിക്കുക എന്നുള്ളതാണ് ഈ പറയുന്ന എൻഡ് ടു എൻഡ് എൻക്രിപ്ഷൻ്റെ ഉദ്ദേശം എന്ന് പറയുന്നത്. അതുള്ളത് കൊണ്ടാണ് കോൺഫിഡൻഷ്യാലിറ്റി ബ്രേക്ക് ആവാത്തത്. അതുകൊണ്ട് എന്ത് ഗുണമുണ്ട്, മറ്റൊരാൾ, മൂന്നാമതൊരാൾ ഈ കോൺസെപ്റ്റ് കാണും, ഈ പർട്ടിക്കുലർ മെസ്സേജ് കാണുന്നില്ല, റിസീവർ മാത്രമേ കാണുന്നുള്ളൂ. അവർ രണ്ടുപേരും മാത്രമാണ് ഓതറൈസ്ഡ് ആയിട്ടുള്ള ആൾ. അതിപ്പോൾ ഒരു ഗ്രൂപ്പ് ചാറ്റിലാണെന്നുണ്ടെങ്കിൽ ആ ഗ്രൂപ്പിൽ ഇപ്പോൾ 10 മെമ്പേഴ്സ് ഉണ്ടെങ്കിൽ ആ ഗ്രൂപ്പിൽ വരുന്ന മെസ്സേജുകൾ കാണാൻ ഓതറൈസേഷൻ ഉള്ള 10 പേർക്ക് മാത്രമാണ്. അതല്ലാതെ മറ്റൊരാളത് കാണുന്നുണ്ടെങ്കിൽ അവിടെ എന്തായി, ഒരു അൺഓതറൈസ്ഡ് ആള് ഡാറ്റ കണ്ടു. നമ്മുടെ പാസ്വേഡ്, യൂസർ നെയിം, ഇതൊക്കെ ഇതിന്റെയൊക്കെ ഒരു കോൺഫിഡൻഷ്യാലിറ്റി, ഒരു രഹസ്യ സ്വഭാവം ഉണ്ടല്ലോ, അത് അച്ചീവ് ചെയ്യാനായിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന കുറേ കാര്യങ്ങളുണ്ട് സൈബർ സെക്യൂരിറ്റിയിൽ. അത് അച്ചീവ് ചെയ്യും. ഇപ്പോൾ എൻഡ് ടു എൻഡ് എൻക്രിപ്ഷൻ എന്ന് പറയുന്നത് ഇത് അച്ചീവ് ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്ന ഒരു കാര്യമാണ്. അപ്പോൾ ഇതാണ് ശരിക്കും പറഞ്ഞ സൈബർ സെക്യൂരിറ്റിയുടെ ഒരു ബേസ് എന്ന് പറയുന്നത്. ഇതിൽ നിന്നാണ് നമ്മൾ എന്തും ക്രിയേറ്റ് ചെയ്തുകൊണ്ടത്. അപ്പോൾ എന്തിനാണ് ഒരു പ്രോസസ്സ് എക്സിസ്റ്റ് ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ ഒന്നെങ്കിൽ കോൺഫിഡൻഷ്യാലിറ്റിക്ക് വേണ്ടിയിട്ടായിരിക്കാം, അല്ലെങ്കിൽ ഈ ഇന്റഗ്രിറ്റി, അവൈലബിലിറ്റി, ഇതിൽ ഏതെങ്കിലും ഒന്ന് അച്ചീവ് ചെയ്യാൻ വേണ്ടി. പക്ഷേ ഇതിലേതെങ്കിലും ഒന്ന് അച്ചീവ് ചെയ്യുന്നുണ്ടോ, അതെന്തായാലും ഫോർ ഷുവർ ആണ്. അപ്പോൾ നിങ്ങൾ ഇത് കണ്ടുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടോ കൺഫ്യൂഷൻസോ കൺസേൺസോ എന്തെങ്കിലുമൊക്കെ വരികയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ടെക് സപ്പോർട്ട് ഗ്രൂപ്പ് ഉണ്ട്. അപ്പോൾ അതിൽ ജോയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് അതിൻ്റെ രജിസ്ട്രേഷൻ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷനിൽ ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് ക്ലിക്ക് ചെയ്താൽ നിങ്ങൾ നേരെ ഒരു ഫോം ആയിരിക്കും ഓപ്പൺ ആവുന്നുണ്ടാവുക. അപ്പോൾ അവിടെ ബേസിക് ഡീറ്റെയിൽസ് കൊടുത്ത് ഫില്ല് ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾ നേരെ നമ്മുടെ ടെലഗ്രാം ഗ്രൂപ്പിലോട്ട്, ടെക് സപ്പോർട്ട് ഗ്രൂപ്പിലോട്ട് റീഡയറക്റ്റ് ആവും. അപ്പോൾ അവിടെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇതിപ്പോൾ വരുന്ന എല്ലാ ഡൗട്ടുകളും കൺസേൺസ് ഒക്കെ നിങ്ങൾക്ക് വീഡിയോ ആയിട്ടോ അല്ലെങ്കിൽ സ്ക്രീൻഷോട്ടോ ഓഡിയോ നോട്ടോ മലയാളമോ ഇംഗ്ലീഷോ എങ്ങനെ വേണം നിങ്ങൾക്ക് ചോദിക്കാൻ വേണ്ടി പറ്റും. നമ്മുടെ ടീം 24/7 അവിടെ സപ്പോർട്ടിനുണ്ടാവും. ഇനിയിപ്പോൾ അതല്ല, നിങ്ങൾക്ക് വീട്ടിൽ നിന്ന് ഒറ്റയ്ക്ക് പഠിക്കാൻ പറ്റുന്നില്ല, അല്ലെങ്കിൽ ഒരു അക്കൗണ്ടബിലിറ്റി ആവുന്നില്ല, ഡിസിപ്ലിൻഡ് ആവുന്നില്ല എന്നൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ ടീമിൻ്റെ കൂടെ വന്നിരുന്ന് നമ്മുടെ സപ്പോർട്ടോടെ പഠിക്കണം എന്നുള്ളവർക്ക് ഇവിടെ വന്നിരുന്ന് പഠിക്കാനുള്ള ഒരു ഓപ്ഷനും ഉണ്ട്. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ അറിയണമെന്നുണ്ടെങ്കിൽ ഈ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി. ഇപ്പോൾ അതല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ വെബ്സൈറ്റ് ത്രൂ രജിസ്റ്റർ ചെയ്താലും നമ്മുടെ ടീം നിങ്ങളെ ഗൈഡ് ചെയ്യുന്നതായിരിക്കും. ഇപ്പോൾ നമ്മുടെ 2 ഫാക്ടർ ഓതന്റിക്കേഷൻസ് ഉണ്ട്. ഇപ്പോൾ വാട്സാപ്പിൽ 2 ഫാക്ടർ ഓതന്റിക്കേഷൻ ഉണ്ട്, മെയിൽ ഐ ഡിയിൽ 2 ഫാക്ടർ ഓതന്റിക്കേഷൻസ് ഉണ്ട്. അപ്പോൾ ഇത് എന്ന് പറയുന്നത് കോൺഫിഡൻഷ്യാലിറ്റി അച്ചീവ് വേണ്ടി ബിൽഡ് ചെയ്ത സാധനമാണ് എന്ന് വേണമെങ്കിൽ പറയാം. അതായത് അത് ഉള്ളതുകൊണ്ടുള്ള ഗുണം, അൺഓതറൈസ്ഡ് ആയിട്ടുള്ള ഒരാൾക്ക് നമ്മളുടെ ഡാറ്റ കാണാൻ പറ്റില്ല, അതിനെ ഡിലീറ്റ് ചെയ്യാനോ എഡിറ്റ് ചെയ്യാനോ പറ്റില്ല. ഇത് മൂന്നും അച്ചീവ് ചെയ്യുന്നുണ്ട്. അത് ശരിക്കും പറഞ്ഞാൽ അതായത് ഇപ്പോൾ കോൺഫിഡൻഷ്യാലിറ്റി അച്ചീവ് ചെയ്യുന്നത് അത് കാണുന്നില്ല എന്നുള്ളതാണ്. അതേപോലെ അതിനെ മോഡിഫൈ ചെയ്യാൻ പറ്റുന്നില്ല, എഡിറ്റ് ചെയ്യാനോ ഡിലീറ്റ് ചെയ്യാനോ പറ്റുന്നില്ല, അയാൾക്കത് ലൈക്ക് ഇപ്പോൾ നമുക്ക് ആക്സസ് ഇല്ലാത്ത രീതിയിലേക്ക് ആക്കാൻ പറ്റില്ല. അങ്ങനെ നമുക്ക് ഇതൊന്നും അയാൾക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ ലിമിറ്റഡ്. ഈ മൂന്നിനെ അച്ചീവ് ചെയ്യാന്നുള്ളതാണ് ഉദ്ദേശം. ഇപ്പോൾ 2 ഫാക്ടർ ഓതന്റിക്കേഷൻ പോലുള്ള കോൺസെപ്റ്റ്, 2 ഫാക്ടർ, മൾട്ടി ഫാക്ടർ, ഇതൊക്കെ കൊണ്ട് ഉദ്ദേശിച്ചത് മൂന്നാണ്. അവിടെയാണ് രണ്ടാമത്തെ കാര്യം വിച്ച് ഇസ് ഇന്റഗ്രിറ്റി. ഇന്റഗ്രിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ വെച്ച് കഴിഞ്ഞാൽ, ഇന്റഗ്രിറ്റി എന്ന് പറഞ്ഞാൽ ഇപ്പോൾ കോൺഫിഡൻഷ്യാലിറ്റി എന്ന് പറയുന്നത് ഡാറ്റയുടെ രഹസ്യ സ്വഭാവമാണ് അല്ലേ. പക്ഷേ ഇന്റഗ്രിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡാറ്റയുടെ രഹസ്യ സ്വഭാവം എന്നതിനപ്പുറം ഡാറ്റയിൽ വരുത്താൻ സാധിക്കുന്ന മോഡിഫിക്കേഷൻസ് ആണ്. ആ ഡാറ്റയെ എഡിറ്റ് ചെയ്യാൻ പറ്റുക. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഞാനിപ്പോൾ അഗൈൻ നിയാസിൻ്റെ ഒരു മെസ്സേജ് അയക്കുന്നു. നിയാസിൻ്റെ വാട്സപ്പിൽ ഒരു മെസ്സേജ് ഹായ്ന്നോ ഹലോ എന്നോ എന്തെങ്കിലും ഒരു മെസ്സേജ് അയക്കാന്ന് വെച്ചു. ഈ മെസ്സേജ് എനിക്ക് എഡിറ്റ് ചെയ്യാം, അതായത് എനിക്ക് വേണമെങ്കിൽ എഡിറ്റ് ചെയ്യാം, അല്ലെങ്കിൽ നിയാസിനും എഡിറ്റ് ചെയ്യാം. കാര്യം നമ്മൾ രണ്ടുപേരും ഓതറൈസ്ഡ് ആണ് ആ പർട്ടിക്കുലർ മെസ്സേജ് എഡിറ്റ് ചെയ്യാനായിട്ട്. കാര്യം നമുക്ക് രണ്ടുപേർക്കും വേണ്ടിയിട്ടുള്ള മെസ്സേജ് ആണ്. അപ്പോൾ നമുക്ക് രണ്ടുപേർക്കും കുഴപ്പമില്ല. പക്ഷെ മൂന്നാമതൊരാൾ വന്നിട്ട് അത് എഡിറ്റ് ചെയ്തു എന്ന് കരുതുക. ഇപ്പോൾ മൂന്നാമതൊരാൾ വന്നിട്ട് ആ ഹായ് എന്ന് പറയുന്ന ഒരു മെസ്സേജ് അയച്ചു, ആ ഹായ് എന്ന മെസ്സേജിനെ ഹലോ എന്നാക്കി മാറ്റി. അപ്പോൾ മൂന്നാമതൊരാൾ വന്നിട്ട് ആ മെസ്സേജിനെ എഡിറ്റ് ചെയ്ത് മാറ്റുകയാണ്. അല്ലെങ്കിൽ മൂന്നാമതൊരാൾ, ഇപ്പോൾ എൻ്റെ സിസ്റ്റത്തിൽ ഒരു ഫയൽ കിടപ്പുണ്ട്, എൻ്റെ സിസ്റ്റത്തിൽ ഞാനൊരു ഫയൽ സേവ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഈ ഫയലിനകത്തുള്ള ഒരു ഡാറ്റ മൂന്നാമതൊരാൾ വന്നിട്ട് ആ ഫയലിനകത്തുള്ള ഡാറ്റ എഡിറ്റ് ചെയ്ത് മാറ്റും. അപ്പോഴെന്ത് പറയാം, ഇതൊക്കെ ഈ പറയുന്ന സിറ്റുവേഷൻസിൽ ഒരു ഡാറ്റേനെ അൺഓതറൈസ്ഡ് ആയിട്ടുള്ള ഒരാൾ എഡിറ്റ് ചെയ്ത് മാറ്റുകയാണ്, മോഡിഫൈ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അവിടെ നമുക്ക് എന്താ പറയാം, ഇന്റഗ്രിറ്റി ബ്രേക്ക് ചെയ്യപ്പെട്ടു എന്ന് പറയാം. ഇന്റഗ്രിറ്റി ബ്രേക്ക് ചെയ്യുമ്പോൾ ഫസ്റ്റ് ബ്രേക്ക് ആവുന്ന കോൺഫിഡൻഷ്യാലിറ്റി, കാര്യം അയാൾക്ക് കാണാൻ പറ്റുന്നുണ്ട് ഡാറ്റ. ഇന്റഗ്രിറ്റി ബ്രേക്ക് ആണ് കാര്യം അയാൾക്ക് ആ ഡാറ്റനെ എന്ത് ചെയ്യാൻ പറ്റി, എഡിറ്റ് ചെയ്യാൻ പറ്റി. ആ ഡാറ്റ നമുക്ക് ആക്സസ് ചെയ്യാൻ പറ്റാത്ത രീതിയിലേക്ക് ആക്കി മാറ്റി എന്നുള്ളതാണ്. നമ്മൾ ക്രിയേറ്റ് ചെയ്ത ഡാറ്റയിൽ നിന്ന് അയാൾ മാറ്റം വരുത്തി, അതൊരു മോഡിഫിക്കേഷൻ വരുത്തി. അറിവില്ലാണ്ട സാധനം മാറ്റി റിമൂവ് ചെയ്യാം. റിമൂവ് ചെയ്യുമ്പോഴാണ് മൂന്നാമത്തെ ആൾ വരുന്നത്, വിച്ച് ഇസ് അവൈലബിലിറ്റി. അതായത് ഇപ്പോൾ ഒരു എക്സാമ്പിൾ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ, ഇപ്പോൾ ഒരു വെബ്സൈറ്റിൽ നമ്മൾ കയറുന്നു. ഈ വെബ്സൈറ്റിൽ നമ്മൾ ഒരു 10 രൂപയുടെ സാധനം പർച്ചേസ് ചെയ്യാൻ പറ്റുന്നു. ഈ 10 രൂപ എന്ന് പറയുന്ന പ്രൈസ് ആര് സെറ്റ് ചെയ്യണം? വെബ്സൈറ്റിന്റെ അഡ്മിനിസ്ട്രേറ്ററോ അല്ലെങ്കിൽ ക്രിയേറ്റ് ചെയ്ത ആൾ ചെയ്താണ്. ഈ 10 രൂപ എന്നത് മാറ്റിയിട്ട് എനിക്ക് 1 രൂപ ആക്കാൻ പറ്റിയാലോ?
അപ്പോൾ ഡാറ്റ ശരിക്കും മോഡിഫിക്കേഷൻ ആണ് സംഭവിക്കുന്നത്. പക്ഷെ അവിടെ എന്ത് സംഭവിച്ചു? ഇന്റഗ്രിറ്റി ബ്രേക്ക്. അത് ഓതറൈസ്ഡ് അല്ലാത്ത ഒരാൾ പോയിട്ട് ഡാറ്റനെ എഡിറ്റ് ചെയ്ത് മാറ്റി. അപ്പോൾ ഇതേപോലെ തന്നെ നമ്മളുടെ പാസ്വേഡുകളാവാം. ഇപ്പം എനിക്ക് പാസ്വേഡുകൾ ഓർത്ത് വെക്കാൻ പറ്റുന്നില്ല എന്ന് വെച്ചു, ഞാൻ എൻ്റെ പാസ്വേഡുള്ള ഒരു ഫയൽ എഴുതി വെച്ചു. ഒരാൾ വന്നിട്ട് ആ പാസ്വേഡ് എഴുതി വെച്ച ഫയലിനകത്തുള്ള എൻ്റെ പാസ്വേഡുകളെല്ലാം മാറ്റി എഴുതി. സോ ആയിട്ടും എനിക്ക് പിന്നെ എൻ്റെ പാസ്വേഡുകൾ തിരിച്ചിട്ടില്ല. ഇങ്ങനെ നമ്മൾ സെക്യൂർ ആയിട്ട് സേവ് ചെയ്ത് വെച്ചിട്ടുള്ള ഒരു ഫയൽ, അല്ലെങ്കിൽ നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന ഒരു മെസ്സേജ്, ഇതിനെ മറ്റൊരാൾക്ക്, അൺഓതറൈസ്ഡ് ആയിട്ടുള്ള ഒരാൾക്ക് എഡിറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ, അയാൾക്ക് അതിനകത്ത് മാറ്റങ്ങൾ വരുത്താൻ പറ്റുന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് പറയാം? ഇന്റഗ്രിറ്റി ബ്രേക്ക് ആയി എന്ന് പറയാം. അപ്പോൾ ഇന്റഗ്രിറ്റി എന്ന് പറയുന്ന കോൺസെപ്റ്റ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഡാറ്റ ഈസ് സെക്യൂർ ഫ്രം ബീയിങ് മോഡിഫൈഡ്. ഡാറ്റ ഈസ് സെക്യൂർ ഫ്രം ബീയിങ് മോഡിഫൈഡ് എന്നുള്ളതാണ്. മോഡിഫൈഡ് ബൈ ആൻ അൺഓതറൈസ്ഡ് പേഴ്സൺ. ഇതാണ് ഇന്റഗ്രിറ്റി എന്ന് പറയുന്ന കോൺസെപ്റ്റ്. അപ്പോൾ കോൺഫിഡൻഷ്യാലിറ്റി എന്ന് പറഞ്ഞാൽ ഡാറ്റയുടെ രഹസ്യ സ്വഭാവത്തെ പ്രൊട്ടക്ട് ചെയ്യുക എന്നുള്ളതാണ്. ഇന്റഗ്രിറ്റി എന്ന് പറഞ്ഞാൽ ആ ഡാറ്റയെ പ്രൊട്ടക്ട് ചെയ്യുക എന്നുള്ളത്, ഡാറ്റ മോഡിഫിക്കേഷൻസ് അല്ലെങ്കിൽ എഡിറ്റുകൾ വരുന്നതിൽ നിന്ന് പ്രൊട്ടക്ട് ചെയ്യുക എന്നുള്ളതാണ്. മൂന്നാമത്തെ കോൺസെപ്റ്റ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ അവൈലബിലിറ്റി. അതാണ് മൂന്നാമത്തെ ആൾ, നമ്മളുടെ അവൈലബിലിറ്റി. അപ്പോൾ കോൺഫിഡൻഷ്യാലിറ്റി, ഇന്റഗ്രിറ്റി, അവൈലബിലിറ്റി, 3 കാര്യങ്ങളാണ്. അതിൽ മൂന്നാമത്തെ ആളാണ് അവൈലബിലിറ്റി എന്ന് പറയുന്നത്. അവൈലബിലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പെർട്ടിക്കുലർ ഡാറ്റ നമുക്ക് എപ്പോഴും ആക്സസ് ചെയ്യാൻ പറ്റണം. ഒരു ഓതറൈസ്ഡ് ആയിട്ടുള്ള ആൾക്ക് എപ്പോഴും ആക്സസ് ചെയ്യാൻ പറ്റണം. ഇപ്പോൾ ഇതിനെ ഇങ്ങനെ ആലോചിക്കാം. ഇപ്പോൾ നമ്മളുടെ ഫേസ്ബുക്ക് അക്കൗണ്ട്, അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട്, അല്ലെങ്കിൽ വാട്സപ്പ് അക്കൗണ്ട്, എനിത്തിങ് അക്കൗണ്ട്. അപ്പോൾ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് എടുത്തു കഴിഞ്ഞാൽ ഈ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് നമുക്ക് എപ്പോഴും വേണം, എനിക്ക് എൻ്റെ യൂസർ നെയിമും പാസ്വേഡും കൊടുക്കാം, ലോഗിൻ ചെയ്യാം. അല്ലെങ്കിൽ നിയാസ്റ്റ് ആണെങ്കിൽ നിയാസിൻ്റെ അക്കൗണ്ട് എടുക്കാം, യൂസർ പാസ്വേഡ് കൊടുക്കുന്നു, ലോഗിൻ ചെയ്യും. ഒരു അറ്റാക്കർ സംഹൗ, എങ്ങനെയെന്നുള്ള പിന്നത്തെ കാര്യമാണ്, എങ്ങനെയോ ഇയാൾ നമ്മളുടെ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് ഹാക്ക് ചെയ്തു എന്ന് കരുതാം. അപ്പോൾ ഇതിന്റെ പോസിബിലിറ്റിയും ഇതിന്റെ കോൺസെപ്റ്റുകളും ഇത് എങ്ങനെ ചെയ്യാൻ പറ്റുമെന്നുള്ളൂ, ഇതൊക്കെ നമുക്ക് പിന്നീട് ഡിസ്കസ് ചെയ്യാം. ഇൻസ്റ്റാഗ്രാം അത്ര എളുപ്പത്തിൽ ഹാക്ക് ചെയ്യാൻ പറ്റുന്ന സാധനമല്ല. പക്ഷെ നമുക്ക് ഫോർ ദ എക്സാമ്പിൾ, ഒരു ഹൈപ്പോത്തറ്റിക്കൽ എക്സാമ്പിൾ ആയിട്ട് ഇതിനെ എടുക്കാം. ഹാക്ക് ചെയ്തു എന്ന് കരുതാം. ഹാക്ക് ചെയ്തു കഴിഞ്ഞിട്ട് ഇയാൾ നമ്മളുടെ പാസ്വേഡ് മാറ്റി, നമ്മളുടെ ഇമെയിൽ മാറ്റി, നമ്മളുടെ ഇമെയിൽ, പാസ്വേഡ്, ഫോൺ നമ്പർ ഇതെല്ലാം മാറ്റി. അപ്പോൾ സോട്ട് എന്ത് ചെയ്യാൻ പറ്റില്ല, നമുക്ക് പാസ്വേഡ് റീസെറ്റ് ചെയ്യാന്നുള്ള പോസിബിലിറ്റി ഇല്ല. കാര്യം നമ്മളുടെ യൂസ് ചെയ്യാൻ പറ്റില്ല, നമ്മുടെ ഇമെയിലും ഫോൺ നമ്പറും പാസ്വേഡും ഒക്കെ മാറ്റിയല്ലോ. അപ്പോൾ ഇതൊക്കെ മാറ്റുന്ന വഴി അയാൾ എന്താ ചെയ്തേ, നമുക്ക് ഇൻസ്റ്റാഗ്രാമിലേക്കുള്ള നമ്മളുടെ അവൈലബിലിറ്റി കോംപ്രമൈസ് ചെയ്തു. ഇതേപോലെ ഒരു കമ്പനിയുടെ സെർവറിനെ പറ്റി ചിന്തിച്ചു നോക്കും. ഒരു സെർവറിനെ അയാൾ അറ്റാക്ക് ചെയ്തു, ആ സെർവറിനെ അയാൾ ഓഫ് ആക്കിയിട്ടു. സ്വാഭാവികമായിട്ട് എന്ത് സംഭവിക്കും? കമ്പനി ഡീറ്റെയിൽസ് മൊത്തം പോയി. അല്ലെങ്കിൽ ആ കമ്പനിയുള്ള ആർക്കും ആ സെർവറിനെ ആക്സസ് ചെയ്യാൻ പറ്റുന്നില്ല. കാര്യം അതോടുകൂടി അത് കഴിഞ്ഞു. അല്ലെങ്കിൽ ഇപ്പോൾ ഒരു വെബ്സൈറ്റ് എടുത്തു, ആ വെബ്സൈറ്റ് ഇപ്പോൾ ബ്രോട്ടോടൈപ്പിന്റെ ലൈക്ക് ഒരു LMS എല്ലാം കൂടെ ഒരു ബ്രോട്ടോടൈപ്പ് ഒരു സെർവറിലേക്ക് വെച്ചിട്ടുണ്ടെന്ന് കരുതുക. ഈ സെർവറിന് ഒരു അറ്റാക്കർ പോയിട്ട് സെർവറിനെ ഓഫ് ആക്കി കളഞ്ഞു. സ്വാഭാവികമായിട്ടും സംഭവിക്കും, പഠിക്കുന്ന ആൾക്കാർക്ക് ഈ പറഞ്ഞ സെർവറുകളിൽ നിന്ന് ഉള്ള വീഡിയോസ് ഒന്നും കിട്ടില്ല. അപ്പൊ ഇങ്ങനെ ഉള്ള അറ്റാക്കുകളാണ് അവൈലബിലിറ്റി ബ്രേക്ക് ചെയ്തു എന്ന് പറയാൻ പറ്റും. യൂസർക്ക് ആളുടെ ആ ഒരു അക്കൗണ്ട് അല്ലെങ്കിൽ ആളുടെ ഫയൽസ് ആക്സസ് ചെയ്യാൻ പറ്റാത്തൊരവസ്ഥ. അതെ, അയാൾക്ക് അതിനെ ആക്സസ് ചെയ്യാനോ എടുക്കാനോ ഓപ്പൺ ചെയ്യാനോ അവൈൽ ചെയ്യാൻ പറ്റാത്തൊരവസ്ഥ, അയാൾക്ക് അതിനെ കിട്ടുന്നില്ല. അയാൾക്ക് അതിലേക്കുള്ള ഒരു അവൈലബിലിറ്റി ഇല്ലാണ്ടാവുന്ന ഒരു സിറ്റുവേഷൻ. അത് പല രീതിയിലാവും സിറ്റുവേഷൻ ഇല്ലാണ്ടാവുന്നത്. ചിലപ്പോൾ ഈ പറഞ്ഞ പോലെ പാസ്വേഡ് മാറ്റിയിട്ടായിരിക്കാം, ചിലപ്പോൾ ആ സെർവർ തന്നെ ഓഫ് ആക്കിയിട്ടായിരിക്കും, ചിലപ്പോൾ ആ ഫയലുകൾ എന്തെങ്കിലും ഡിലീറ്റ് ചെയ്താൽ. ഇപ്പോൾ ഒരു ഫയൽ ഉണ്ട്, എനിക്ക് ആ ഫയൽ ആക്സസ് ആണ്, പക്ഷേ അറ്റാക്കർ വന്നിട്ട് ഫയലിനെ ഡിലീറ്റ് ചെയ്ത് കളഞ്ഞു. സ്വാഭാവികമായിട്ടും എനിക്ക് അവൈൽ ചെയ്യാൻ പറ്റില്ല. അങ്ങനെ ഒരു പെർട്ടിക്കുലർ ഫയലിനെയോ അല്ലെങ്കിൽ ഒരു സെർവറിനോ അല്ലെങ്കിൽ ഒരു ഡിജിറ്റൽ അസറ്റിനെയോ നമുക്ക് ആക്സസ് ചെയ്യാൻ പറ്റാത്ത അവസ്ഥ ഉണ്ടാക്കുക എന്നുള്ള സിറ്റുവേഷനാണ് നമുക്ക് പറയാൻ പറ്റുക അവൈലബിലിറ്റി ഈസ് ബ്രോക്കൺ. അപ്പോൾ ഈ 3 കോൺസെപ്റ്റ്. അപ്പോൾ അവൈലബിലിറ്റി എന്ന് പറഞ്ഞാൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡാറ്റ ഈസ് സെക്യൂർ ഫ്രം ബീയിങ് അൺഅവൈലബിൾ ഓർ ഫ്രം മേക്കിംഗ് അൺഅവൈലബിൾ എന്ന് വേണമെങ്കിൽ പറയാം. അതായിരിക്കും കുറച്ചുകൂടെ കറക്റ്റ് ആയിട്ട് പറയാം. ഫ്രം മേക്കിംഗ് അൺഅവൈലബിൾ ബൈ ആൻ അൺഓതറൈസ്ഡ് പേഴ്സൺ. ഇതിനെയാണ് നമ്മൾ അവൈലബിലിറ്റി എന്ന കോൺസെപ്റ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഈ 3 കോൺസെപ്റ്റുകളുള്ള കോൺഫിഡൻഷ്യാലിറ്റി, ഇന്റഗ്രിറ്റി, അവൈലബിലിറ്റി. കോൺഫിഡൻഷ്യാലിറ്റി എന്ന് പറഞ്ഞാൽ ഡാറ്റയുടെ രഹസ്യ സ്വഭാവം അത് ഓതറൈസ്ഡ് ആയിട്ടുള്ള ആൾക്കാർ മാത്രം കാണുന്ന രീതിയിലേക്ക് മാറ്റുക. ഇന്റഗ്രിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡാറ്റ മോഡിഫിക്കേഷൻ വരാത്ത രീതിയിലേക്ക് മാറ്റുക, പ്രൊട്ടക്ട് ചെയ്യുക, മോഡിഫിക്കേഷൻ വരാതെ പ്രൊട്ടക്ട് ചെയ്യുക. അവൈലബിലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഡാറ്റ എപ്പോഴും നമുക്ക് അവൈൽ ചെയ്യാൻ, നമുക്ക് എപ്പോഴും ആക്സസ് ചെയ്യാൻ പറ്റുന്ന ഒരു അവസ്ഥയിൽ കീപ്പ് ചെയ്യുക. ഈ 3 കാര്യങ്ങളെ പ്രൊട്ടക്ട് ചെയ്യാൻ പറ്റിക്കഴിഞ്ഞാൽ ഡാറ്റയുടെ പ്രൊട്ടക്ഷൻ നമുക്ക് ഉറപ്പാക്കാൻ പറ്റും. ഈ 3 കാര്യങ്ങളൊന്ന് ഡാറ്റയുടെ കോൺഫിഡൻഷ്യാലിറ്റി, ഇന്റഗ്രിറ്റി, അവൈലബിലിറ്റി. ഈ 3ഉം പ്രൊട്ടക്ട് ചെയ്യാൻ പറ്റുമ്പോഴാണ് ഡാറ്റ പ്രൊട്ടക്റ്റഡ് ആയി എന്ന് നമുക്ക് പറയാൻ സാധിക്കും. അപ്പോൾ ഇത് 3ഉം അച്ചീവ് ചെയ്യാനാണ് ആരുടെ ഉദ്ദേശം? സൈബർ സെക്യൂരിറ്റിയുടെ ഉദ്ദേശം അല്ലെങ്കിൽ എത്തിക്കൽ ഹാക്ക് എന്നുള്ള ഒരു കോൺസെപ്റ്റ് ഉദ്ദേശം. ഇപ്പോൾ ഒരു
നമ്മളൊരു സൈറ്റ് ഓക്കെ ആണ് അല്ലെങ്കിൽ സെക്യൂർ ആണെന്ന് നോക്കുമ്പോൾ ഈ 3 കോൺസെപ്റ്റ് ആയിരിക്കും ആദ്യം നമ്മൾ ചെക്ക് ചെയ്യുന്നുണ്ടാവും. അതെ. ഡാറ്റ ഇപ്പൊ നമ്മള് ഒരു അറ്റാക്ക് ഉണ്ടായി കഴിഞ്ഞ് കഴിഞ്ഞിട്ട് നമ്മൾ നോക്കുമ്പോൾ ഒരു അറ്റാക്ക് ഉണ്ടായെന്ന് വിചാരിച്ചോ. സംഭവം ഒരു അറ്റാക്ക് ഉണ്ടായി. ഈ അറ്റാക്ക് ഉണ്ടായി കഴിഞ്ഞിട്ട് ഡാറ്റ ആർക്കെങ്കിലും കാണാൻ പറ്റുമോ അല്ലെങ്കിൽ ഡാറ്റയിൽ എന്തെങ്കിലും മോഡിഫിക്കേഷൻ വരുത്തിയോ, ഡാറ്റ അവൈലബിൾ ആണ്. ഈ 3 കോൺസെപ്റ്റുകൾ നമ്മൾ എപ്പോഴും നോക്കും. അതൊരു ഓക്കെ. അറ്റാക്ക് സംഭവിച്ചു കഴിഞ്ഞാൽ ഇതിലേത് ഫാക്ടറിനെയാണ് അഫക്റ്റ് ചെയ്തതെന്ന് നമ്മൾ നോക്കും. അപ്പൊ ഇതെന്ന് പറയുന്ന ഒരു ബേസ് ലൈൻ ആയിട്ട് കൺസിഡർ. ഒരു ഡാറ്റയിൽ നമ്മൾ എന്താണ് പ്രൊട്ടക്ട് ചെയ്യേണ്ടത് എന്ന് ചോദിച്ചാൽ നമുക്ക് ഈ 3നെയാണ് പ്രൊട്ടക്ട് ചെയ്യേണ്ടത്. കോൺഫിഡൻഷ്യാലിറ്റി പ്രൊട്ടക്ട് ചെയ്യണം, ഇന്റഗ്രിറ്റി പ്രൊട്ടക്ട് ചെയ്യണം, അതിന്റെ അവൈലബിലിറ്റി പ്രൊട്ടക്ട് ചെയ്യണം. അപ്പോൾ എന്തിനെ പ്രൊട്ടക്ട് ചെയ്യാനാണ് സൈബർ സെക്യൂരിറ്റി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ 3 കോൺസെപ്റ്റ് CIA ട്രയാഡിന് വേണ്ടിയിട്ടാണ് സൈബർ സെക്യൂരിറ്റി എന്ന് പറയുന്നത്. ഈ 3 കാര്യങ്ങളെ പ്രൊട്ടക്ട് ചെയ്താൽ ഡാറ്റ പ്രൊട്ടക്റ്റഡ് ആയി. ഡാറ്റ മറ്റൊരാൾക്ക് കാണാൻ പറ്റുന്നില്ല, അൺഓതറൈസ്ഡ് ആളെ എഡിറ്റ് ചെയ്യാൻ പറ്റുന്നില്ല, അയാൾക്ക് അതിനെ അൺഅവൈലബിൾ ആക്കാൻ പറ്റുന്നില്ല. ഇത് 3 അയാൾക്ക് ചെയ്യാൻ പറ്റുന്നില്ല, ആ ഡാറ്റ എന്താണ് സെക്യൂർഡ് ആണ് എന്ന് നമുക്ക് പറയാം. ഇനി ഇതിലെവിടെ നമ്മുടെ എത്തിക്കൽ ഹാക്കേഴ്സ് വരുന്നത്? എത്തിക്കൽ ഹാക്കേഴ്സ് വരുന്നത് ഇത് ചെയ്യുന്ന ആൾക്കാരാണ് എത്തിക്കൽ ഹാക്കർ. അതായത് ഒരു എത്തിക്കൽ ഹാക്കറും ഒരു പെൻ ടെസ്റ്ററിനെ എടുത്തു കഴിഞ്ഞാൽ ഒരു പെനിട്രേഷൻ ടെസ്റ്റർ അല്ലെങ്കിൽ ഒരു ഹാക്കർ. ഈ ഹാക്കർ എന്ന് പറയുമ്പോൾ നമ്മൾ പലപ്പോഴായിട്ട് കേട്ടിട്ടുള്ള ഒരു സാധനമാണ് ബ്ലാക്ക് ഹാറ്റ് ഹാക്കർ, ഗ്രേ ഹാറ്റ് ഹാക്കർ, വൈറ്റ് ഹാറ്റ് ഹാക്കർ എന്നൊക്കെ പറഞ്ഞിട്ട് പലപ്പോഴും പല വീഡിയോസിലൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ഈ ബ്ലാക്ക് ഹാറ്റ് ഹാക്കർ എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു പേരൊക്കെ ഇട്ടിട്ട് നമ്മള് എല്ലാ ഫിലിമിലും കാണുന്ന ഈ പേരില്ലെങ്കിലും ആ ഫിലിമിൽ കാണിക്കുന്ന ഒരു ഹാക്കർ എന്നുള്ളത് മോസ്റ്റ് ഓഫ് ദി ഫിലിംസും നെഗറ്റീവ് ക്യാരക്ടർ ആയിരിക്കും. അതെ, ചുരുക്കം ഫിലിമിൽ മാത്രമേ ഉള്ളൂ പോസിറ്റീവായിട്ട് പറയുന്നത്. അപ്പോ എന്തെങ്കിലുമൊക്കെ കുഴപ്പമുണ്ടാകുന്ന ഒരാളായിരിക്കും. അതെ. അല്ല ജിൽസ, ഈ ഹാക്കറെ കണ്ട എങ്ങനെ ഇരിക്കുക? പെട്ടെന്നൊരു ഹാക്കർ നമ്മുടെ മുന്നിൽ നിന്ന് പെട്ടാൽ നമുക്കത് ഈസി ആയിട്ട് മനസ്സിലാക്കാവുന്നു. ഈ തൊപ്പിയുള്ള ടീഷർട്ടില്ലേ, ഹുഡി, അതാണ് ഈ മനസ്സിലായത്. ഹാക്കേഴ്സിനുള്ള ഒരു ജനറൽ ആയിട്ടുള്ള പ്രശ്നം അവിടുന്ന് തന്നെ ആയിരിക്കാം. ഇപ്പൊ നമ്മള് ഈ ഫസ്റ്റ് വരുന്നവർക്കും നെഗറ്റീവ് ഇമ്പാക്ട് സാധനം ഒരു ലീഗൽ അല്ലാത്തൊരു കാര്യമാണ് ചെയ്യാനാണല്ലോ കൂടുതൽ താല്പര്യം. അതുകൊണ്ടാണ് ഇപ്പൊ നമ്മള് സൈബർ സെക്യൂരിറ്റി ആർക്ക് പഠിക്കണമെന്ന് ചോദിച്ചാലും ഫസ്റ്റ് നമ്മളിത് അറിയാത്ത ഒരാളും വരുന്നത് എന്തെങ്കിലും ആവശ്യം എന്ന് പറയുന്നത് ആരെങ്കിലും ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് ആക്കിയ അല്ലെങ്കിൽ വാട്സാപ്പ് ആക്കിയ അതായിരിക്കും ഫസ്റ്റ് പ്രയോറിറ്റി വരുന്നത്. പണ്ട് ഫേസ്ബുക്ക് ഭയങ്കര പോപ്പുലർ ആയ സമയത്ത് ഫേസ്ബുക്ക് അക്കൗണ്ട് ഹാക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് അറ്റാക്കുകൾ ഈ ഹാക്കിംഗ് പഠിക്കുന്നവരുണ്ടായിരുന്നു. അതായത് എന്തിന് പഠിക്കുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പണ്ടൊക്കെ പഠിപ്പിക്കുമ്പോൾ എന്തിനു പഠിക്കുന്നു ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് എന്റെ ഗേൾ ഫ്രണ്ട് ഫേസ്ബുക്ക് അക്കൗണ്ട് ഹാക്ക് ചെയ്യണം, വേറെ ഒന്നുമില്ല. ഇപ്പോ കമന്റ്സിലാണെങ്കിലും അതല്ലെങ്കിൽ നമ്മുടെ ഗ്രൂപ്പിലേക്കാണെങ്കിലും നമ്മൾ ചോദിക്കുമ്പോഴാണെങ്കിലും ഫസ്റ്റ് ഒരു വരുന്ന സാധനം എന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ അവർ ഈ ടേം കേൾക്കുന്നത് ഇൻസ്റ്റാഗ്രാം ഹാക്ക് ചെയ്യാന്നുള്ള സാധനത്തിന് ഇൻസ്റ്റാഗ്രാം വാട്സപ്പ് ഹാക്ക് ചെയ്യാൻ ഉദ്ദേശം. ഇപ്പോഴും പലപ്പോഴും എനിക്ക് മെസ്സേജുകൾ വരാറുണ്ട് കേട്ടോ, പല ആൾക്കാരുടെ മെസ്സേജ് എപ്പോഴും വരാറുണ്ട് ഇൻസ്റ്റാഗ്രാമിലൊക്കെ, എനിക്കിതൊന്ന് ഹാക്ക് ചെയ്ത് തരാൻ പറ്റുമോ ചോദിച്ചിട്ട്. അപ്പൊ പണ്ടൊക്കെ ഞാൻ ശരിക്കും പറഞ്ഞു മനസ്സിലാക്കാൻ ശ്രമിക്കായിരുന്നു. അതായത് ഇങ്ങനെയൊന്നും അല്ല, അങ്ങനെയൊന്നും ഹാക്ക് ചെയ്യാൻ പറ്റില്ല എന്നൊക്കെ പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിക്കായിരുന്നു. പിന്നീട് ഇത് പറഞ്ഞിട്ട് കാര്യമില്ല എന്ന് മനസ്സിലാക്കുമ്പോൾ ഞാൻ വിചാരിച്ചു എനിക്ക് അറിയില്ല എന്ന് പറയാൻ. അത് അവര് വേറൊരു വിചാരം എന്താണെന്നറിയോ, നമ്മളിപ്പോ സോഫ്റ്റ്വെയർ ഡെവലപ്മെന്റ് ഫീൽഡിൽ വർക്ക് ചെയ്യുന്ന എല്ലാവർക്കും പണി അറിയാം. അതെ, അവര് ഇപ്പൊ നമ്മള് ഇപ്പൊ എനിക്ക് മെസ്സേജ് ചെയ്താറുണ്ട് നമ്മളെ സ്റ്റുഡൻസിന്. അപ്പൊ അവര് പഠിക്കുന്ന എന്തായിക്കുമ്പോ ഡെവലപ്പറാണ്, കോഡിങ് ഒക്കെ പഠിക്കാന്ന് പറയും. എന്നിട്ട് വൺസ് ഒന്ന് ബ്രേക്കപ്പ് ആയി കഴിഞ്ഞാല് ഒന്നെങ്കിൽ ആ പെൺകുട്ടി വരും അല്ലെങ്കിൽ ആ ആൺകുട്ടി വരും, എനിക്ക് ഒന്ന് ഹാക്ക് ചെയ്ത് തരുമോ. നമ്മള് അറിയില്ല എന്നാണ്, പിന്നെ നീ എന്താ പഠിക്കുന്നത്, എന്താ ചെയ്യുന്നത്, ഇതായിരിക്കും ചോദ്യം. അത് സൈബർ സെക്യൂരിറ്റി ഡൊമൈനിലുള്ളവരുടെ ഒരു കഷ്ടകാലമാണ് കേട്ടോ. അപ്പോൾ സൈബർ സെക്യൂരിറ്റി ഡൊമൈനിൽ നമ്മൾ നിൽക്കുമ്പോൾ നമുക്ക് അറിയില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര പ്രശ്നമാണ്. പിന്നെ എന്തിനാ നീ ഹാക്കിംഗ് പഠിക്കുന്നതല്ലേ, ഇതിനൊക്കെ അറിയില്ല, പിന്നെ എന്തിനാ ഹാക്കിംഗ് പഠിക്കുന്നത്. പക്ഷെ ശരിക്കും പറഞ്ഞാൽ അത് പറഞ്ഞു മനസ്സിലാക്കി. ഞാനത് പറഞ്ഞു, പണ്ട് ഞാൻ പറഞ്ഞു മനസ്സിലാക്കാൻ ശ്രമിക്കുമായിരുന്നു. അയ്യോ ഇതിങ്ങനെയൊന്നും ഹാക്ക് ചെയ്യാൻ പറ്റില്ല, ഇതിങ്ങനെയാണ്, ഇതിന്റെ ബാക്കിൽ ഇങ്ങനെ. പക്ഷെ ഇത് പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിക്കുമ്പോൾ നമ്മൾ പറഞ്ഞ് കുറേ സമയം സ്പെൻഡ് ചെയ്യുന്നു വെച്ചോ, എന്നിട്ടും പ്രത്യേകിച്ച് ഉപകാരമൊന്നുമില്ല. അപ്പൊ ഞാൻ പിന്നെ അവസാനം പറയുന്ന ഒരു കാര്യം എന്താ വെച്ചാൽ എനിക്കറിയില്ല, ചെയ്യാൻ സിമ്പിളായിട്ട് നമുക്ക് ഒഴിവാക്കാൻ പറ്റും. അത് പലപ്പോഴും എനിക്ക് വരുന്ന മെസ്സേജുകളിലുള്ള ഒരു കോമൺ കാര്യമാണ് കേട്ടോ ഈ ഹാക്കിങ്ങിന്റെ ഒരു പ്രശ്നമാണ്. അത് തന്നെയാണ് ശരിക്കും പറഞ്ഞ വ്യത്യാസം. അതായത് ഈ ബ്ലാക്ക് ഹാറ്റ് ഹാക്കർ, വൈറ്റ് ഹാറ്റ് ഹാക്കർ, ഗ്രേ ഹാറ്റ് ഹാക്കർ നമ്മൾ പറയുമ്പോൾ ഈ ബ്ലാക്ക് ഹാറ്റ് ഹാക്കേഴ്സ് ഉണ്ടല്ലോ, അവര് ഇത് ചെയ്യുന്ന പർപ്പസ്, ചെയ്യുന്ന പ്രോസസ്സ് എല്ലാവരും സെയിം ആണ്. അറ്റാക്ക് ചെയ്യുക എന്നുള്ളത് തന്നെയാണ് എല്ലാവരും ചെയ്യും. ഇപ്പോൾ ഒരു എത്തിക്കൽ ഹാക്കർ ആയാലും പെൻ ടെസ്റ്റർ ആയാലും ബ്ലാക്ക് ഹാറ്റ് ഹാക്കർ ആയാലും എല്ലാവരും ചെയ്യുന്ന എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സിംപ്ലി പ്രോസസ്സ് സെയിം ആണ്, അറ്റാക്ക് ചെയ്യുക. പക്ഷെ വ്യത്യാസം വരുന്നത് എവിടെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ വ്യത്യാസം വരുന്നത് എന്തിനു വേണ്ടിയിട്ട് ചെയ്യുന്നു, ഇന്റൻഷൻ എന്താണ് എന്നുള്ളത് മാത്രമാണ് വ്യത്യാസം വരുന്നത്. അതായത് ഇപ്പൊ ഞാൻ ഈ ഒരു വെബ്സൈറ്റ് അറ്റാക്ക് ചെയ്യുന്നു, ഞാനൊരു വെബ്സൈറ്റ് അറ്റാക്ക് ചെയ്യുന്നു ഒന്ന് ആലോചിക്കുക. ഈ വെബ്സൈറ്റ് അറ്റാക്ക് ചെയ്യുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്, വാട്ട് ഈസ് ദ പേർപ്പസ് ബിഹൈൻഡ് ദാറ്റ്. ഈ വെബ്സൈറ്റ് അറ്റാക്ക് ചെയ്യുന്നതിന് പല റീസൺസ് ഉണ്ടാവും. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഞാൻ ആ വെബ്സൈറ്റ് അറ്റാക്ക് ചെയ്യുന്നത് ചിലപ്പോൾ പൈസ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടായിരിക്കും. അതായത് ഇപ്പൊ ഞാൻ ആ വെബ്സൈറ്റ് അറ്റാക്ക് ചെയ്തു, അതിൽ നിന്നുള്ള യൂസേഴ്സിന്റെ ഇൻഫർമേഷൻ എടുത്തു, അത് ഞാൻ കൊണ്ടുപോയി വിറ്റു, എനിക്ക് പൈസ ഉണ്ടാക്കാം.
രണ്ടാമത്തെ ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ വെബ്സൈറ്റ് ഡാമേജ് വരുത്താനായിരിക്കും. അത് ഒരു കമ്പനി അല്ലെങ്കിൽ അവരുടെ റെപ്യൂട്ടേഷനോ ഗുഡ് വില്ലിനെയോ ബ്രേക്ക് ചെയ്യാൻ വേണ്ടിയിട്ടായിരിക്കും ഒരു വെബ്സൈറ്റിൽ ഡാമേജ് വരുത്തും എന്ന് വെച്ചാൽ ഞാൻ ഉദ്ദേശിക്കുന്നത് സിംപ്ലി ഇതാണ്. ലൈക്ക് അതിന്റെ പേജ് ഡിലീറ്റ് ചെയ്ത് കളയുന്നു, അല്ലെങ്കിൽ ഡാറ്റാബേസ് ഡിലീറ്റ് ചെയ്ത് കളയുന്നു, എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടാക്കും, സോഷ്യൽ മീഡിയ ഡാമേജ് ഉണ്ടാക്കുന്നു. അവർക്ക് ഇഷ്ടമുള്ള പോസ്റ്റുകൾ ഇപ്പോൾ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് ഹാക്ക് ആയിട്ട് വെറുതെ കുറെ റാൻഡം ആയിട്ടുള്ള പോസ്റ്റുകൾ എടുത്തു. അപ്പൊ ഇങ്ങനെയുള്ള രീതിയിൽ എനിക്ക് ആ കമ്പനിയുടെ റെപ്യൂട്ടേഷൻ അല്ലെങ്കിൽ ഗുഡ് വില്ലിൽ ഉണ്ടാക്കാം. അപ്പൊ അതായിരിക്കും ഇന്റൻഷൻ. ചിലപ്പോൾ എന്റെ ഇന്റൻഷൻ എന്ന് പറയുന്നത് ചിലപ്പോൾ വെറുതെ തമാശക്ക് ചെയ്യുന്നതായിരിക്കും, ഒരു രസം ഒരു മനസ്സുഖത്തിന് വേണ്ടിയിട്ട് ചെയ്യുന്നതായിരിക്കാം, വെറുതെ ചെയ്യുന്നതായിരിക്കാം. ചിലപ്പോൾ എന്റെ ഒബ്ജക്റ്റീവ് എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ ഒരു റിലീജിയസ് ആയിട്ടുള്ള പർപ്പസ് ആയിരിക്കാം, ചിലപ്പോൾ പൊളിറ്റിക്കൽ ആയിട്ടുള്ള പർപ്പസ് ആയിരിക്കും, ചിലപ്പോൾ അജൻഡാസ് എന്തെങ്കിലും ഉണ്ടാവും. ക്യാൻ ബി എനിത്തിങ്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ വളരെ കോമൺ ആയിട്ട് കേട്ടിട്ടുള്ള ഒരു പേരാണ് അനോണിമസ് എന്ന് പറയുന്ന ഒരു അറ്റാക്കർ ഗ്രൂപ്പ് എന്ന് പറയുന്നത്. അനോണിമസ് ഗ്രൂപ്പ് റീസെന്റ് ഒരു അറ്റാക്ക് ചെയ്യേണ്ടത് റഷ്യ ഉക്രൈൻ വാറുമായിട്ട് ബന്ധപ്പെട്ടിട്ട്, റഷ്യൻ ഉക്രൈൻ വാർ, അനോണിമസ് ഒരു റഷ്യയുടെ കുറേ വെബ്സൈറ്റുകൾ അറ്റാക്ക് ചെയ്യണ്ടായി. അനോണിമസ് ആൻഡ് റഷ്യൻ ഇൻവേഷൻ. ഈ അനോണിമസ് എന്ന് പറയുന്ന ഒരു ഗ്രൂപ്പ് ഓഫ് അറ്റാക്കേഴ്സ് ഉണ്ട്. ഈ അറ്റാക്കേഴ്സ് ചെയ്തെന്താ വെച്ച് കഴിഞ്ഞാൽ ഇവർ കുറേ വെബ്സൈറ്റുകൾ, അതായത് റഷ്യയുടെ ഒരുപാട് വെബ്സൈറ്റുകളെ പോയിട്ട് അറ്റാക്ക് ചെയ്തിട്ട് പറഞ്ഞു. ഒരുപാട് വെബ്സൈറ്റുകൾ അറ്റാക്ക് ചെയ്തതിനകത്ത് കാണാം 25/2022 അനോണിമസ് ഡിക്ലെയർ ഈ സൈബർ വാർ ഡിക്ലെയർ ചെയ്തു. സൈബർ വാർ എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് ഡിക്ലെയർ ചെയ്തു. എന്ന് വെച്ച് കഴിഞ്ഞാൽ റഷ്യയുടെ കുറേ വെബ്സൈറ്റുകൾ അറ്റാക്ക് ചെയ്തിട്ട് പറഞ്ഞു, നിങ്ങൾ ഉക്രൈനുമായിട്ടുള്ള വാർ നിർത്തിയില്ലെങ്കിൽ, ഞങ്ങൾക്ക് സമാധാനപരമായ ഒരു രോഗമാണ് ആവശ്യം, നിങ്ങളിത് നിർത്തിയില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, സൈബർ വാർ സ്റ്റാർട്ട് ചെയ്യും അഗെയിൻസ്റ്റ് റഷ്യ എന്ന് പറയും. ഇങ്ങനെയുള്ള ഗ്രൂപ്പുകളുണ്ട്. അതായത് ഇവിടുത്തെ പർപ്പസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു അജണ്ടയാണ് അവർക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു അജണ്ടയാണ്. അതിനെ നമ്മൾ ഹാക്ടിവിസം എന്നാണ് വിളിക്കുക. ജനറൽ നമ്മൾ ആക്ടിവിസ്റ്റുകൾ അല്ലെങ്കിൽ ആക്ടിവിസം എന്ന് പറയില്ല, അതേപോലെ തന്നെ ഇതിനെ നമ്മൾ വിളിക്കുന്ന ഹാക്ടിവിസം എന്നാണ് വിളിക്കുക, ഹാക്ടിവിസം. അപ്പം ഇങ്ങനെ ഒരു പർപ്പസിന് വേണ്ടിയിട്ട് ചെയ്യാം. പ്രത്യേകിച്ച് ഇതിലെ ഉദ്ദേശം പൈസ ഉണ്ടാക്കലോ അല്ലെങ്കിൽ ഇതിലെ ഉദ്ദേശം ഡാമേജ് വരുത്തലോ അല്ല, റാദർ ദാൻ ഇതിലെ ഉദ്ദേശം എന്ന് പറയുന്ന ഒരു അജണ്ടയാണ്. അതായത് എനിക്ക് ഇതാണ് എനിക്ക് അച്ചീവ് ചെയ്യേണ്ടതാണ്, എനിക്ക് വേണ്ടത്, എനിക്ക് സമാധാനപരമായ ഒരു ലോകമാണ്, എനിക്ക് യുദ്ധം നിർത്തണം, ഇതാണ് എൻ്റെ ഉദ്ദേശം എന്ന് പറയുന്നത്. അപ്പം ഇങ്ങനത്തെ പർപ്പസിന് വേണ്ടിയിട്ടായിരിക്കും അറ്റാക്ക് ചെയ്യുന്നത്. അപ്പോൾ അറ്റാക്ക് ചെയ്യുക എന്ന് പറയുന്ന പല പർപ്പസുകൾ ഇവിടെ ചെയ്യാറുണ്ട്. ഒരുപാട് കാര്യങ്ങൾ അല്ലെങ്കിൽ ഒരുപാട് ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് അറ്റാക്ക് ചെയ്യാറുണ്ട്. പൈസയ്ക്ക് വേണ്ടിയിട്ടാവാം, ഇതുപോലുള്ള റീസൺസിന് വേണ്ടിയിട്ടാവാം. ഇനി ഇതൊന്നും അല്ലാണ്ട് വേറൊരു റീസണും കൂടിയിട്ട് സെക്യൂർ ചെയ്യാൻ വേണ്ടിയിട്ടാവാം. സെക്യൂർ ചെയ്യാൻ വേണ്ടിയിട്ട് എന്ന് പറയുമ്പോൾ എങ്ങനെയാണ് സെക്യൂർ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ചെയ്യുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സിമ്പിളാണ്. സെക്യൂർ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിമ്പിളി ഇങ്ങനെ ആലോചിച്ചാൽ മതി. അതായത് നമ്മൾ ഒരു വെബ്സൈറ്റ് അറ്റാക്ക് ചെയ്തു. ഈ വെബ്സൈറ്റ് അറ്റാക്ക് ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അറ്റാക്ക് ചെയ്യുമ്പോൾ ഇങ്ങനെ ചിന്തിച്ചു, നിങ്ങൾ അറ്റാക്ക് ചെയ്ത് നിങ്ങൾക്ക് അതിൻ്റെ ആക്സസും കിട്ടി, നിങ്ങൾക്ക് അതിൻ്റെ അഡ്മിനിസ്ട്രേറ്റർ ലെവൽ ആക്സസും കിട്ടി. ഇത് ചെയ്യുന്ന വഴി അല്ലെങ്കിൽ ആക്സസ് കിട്ടുന്ന വഴി നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് എന്താ, നമ്മൾ എങ്ങനെയാണ് അറ്റാക്ക് ചെയ്തത് നമുക്കറിയാലോ. നമ്മൾ അറ്റാക്ക് ചെയ്ത വഴി, നമ്മൾ അറ്റാക്ക് ചെയ്ത ഒരു വൾണറബിലിറ്റി ഉപയോഗിച്ചിട്ടായിരിക്കാം, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും രീതിയിലായിരിക്കും, ക്യാൻ ബി എനിവേ. നിങ്ങൾ അറ്റാക്ക് ചെയ്ത ആ ഒരു രീതി ഉണ്ടല്ലോ, ആ വഴി എങ്ങനെയാണ് അറ്റാക്ക് ചെയ്തത് എന്നുള്ള ആ ഒരു രീതി ഉണ്ടല്ലോ, ആ വഴി അതില്ലാണ്ടാക്കി കഴിഞ്ഞാൽ പിന്നെ മറ്റൊരാൾക്ക് വന്ന് കയറാൻ പറ്റില്ല. ബഗ് ബൗണ്ടി എന്നുള്ള ഒരു കോൺസെപ്റ്റ്. അതായത് നമ്മൾ അറ്റാക്ക് ചെയ്തതിന് ശേഷം അതിനകത്തുള്ള വൾണറബിലിറ്റീസ് കണ്ടുപിടിക്കുന്നു, അതിനകത്തുള്ള ഇഷ്യൂസ് എന്തൊക്കെയാണെന്ന് കണ്ടുപിടിക്കുന്നു, അതിനകത്തുള്ള വീക്ക്നെസ്സുകൾ, സെക്യൂരിറ്റി വീക്ക്നെസ് എന്താണെന്ന് അറിഞ്ഞാലേ നമുക്ക് അറ്റാക്ക് ചെയ്യാൻ പറ്റുള്ളൂ. ഈ ഐഡന്റിഫൈ ചെയ്ത വീക്ക്നെസ്സുകളെല്ലാം നമ്മൾ എന്ത് ചെയ്യുന്നു, ഐഡന്റിഫൈ ചെയ്യുന്നു, ഇല്ലാണ്ടാക്കുന്നു. അതിനെല്ലാം നമ്മൾ റിമൂവ് ചെയ്ത് കളയുന്നു, ആ സെക്യൂരിറ്റി വീക്ക്നെസ്സുകളെല്ലാം ഒഴിവാക്കി കളയുന്നു. അങ്ങനെ ഇതിനെല്ലാം ഒഴിവാക്കി കളഞ്ഞാൽ പിന്നെ എന്ത് ചെയ്യാൻ പറ്റില്ല, പിന്നെ മറ്റൊരാളൊക്കെ വന്നിട്ട് ഇതിനെ അറ്റാക്ക് സെക്യൂർ ചെയ്തു. ഇതേപോലെ വേറൊരു വഴിയിൽ ചിലപ്പോൾ അയാൾക്ക് കയറാൻ പറ്റില്ല. അപ്പൊ നമ്മളൊരു ഹാക്കറായിട്ട് തന്നെ ചിന്തിച്ചാലേ ശരിക്കും പറഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ഒരു എത്തിക്കൽ ഹാക്കർ ആവാനും പറ്റുള്ളൂ. പ്രൊഡക്റ്റിന്റെ വീക്ക് പോയിന്റ് എന്തൊക്കെയാണെന്നുള്ള പല രീതിയിൽ ആലോചിക്കണം. ചിലപ്പോൾ നമ്മൾ ഒരു വഴി കൂടെ പോയി, ചിലപ്പോൾ അത് മാത്രമായിരിക്കില്ല വീക്ക് പോയിന്റുകൾ, നമ്മൾ വേറെ വഴി കൂടെ കയറാൻ പറ്റിയേക്കാം, വേറൊരു വഴി കൂടെ. അപ്പോൾ നമ്മൾ ഒരു ഹാക്കറായിട്ട് തന്നെ ചിന്തിക്കണം. നമ്മളുടെ ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത് അറ്റ് ദ എൻഡ് എന്തായിരിക്കാം, നമ്മളുടെ ഒബ്ജക്റ്റീവ് എന്ന് പറഞ്ഞാൽ അറ്റ് ദ എൻഡ് ഇപ്പോൾ ഡാറ്റാബേസിനെ ആക്സസ് ചെയ്യാൻ, എനിക്ക് ആ ഡാറ്റാബേസ് ആക്സസ് ചെയ്യാൻ എന്നുള്ളതാണ് ഒബ്ജക്റ്റ്. ആ ഡാറ്റാബേസ് ആക്സസ് ചെയ്യാൻ എനിക്ക് ഏത് വഴി ഉപയോഗിക്കാം, എന്നിട്ട് ഉപയോഗിച്ച വഴി നമ്മൾ എന്താണെന്നുള്ളത്, ഉപയോഗിച്ച വഴി കണ്ടുപിടിക്കുക, അതിനെ ഇല്ലാണ്ടാക്കി കഴിഞ്ഞാൽ ദാറ്റ്സ് ഓവർ. പിന്നെ മറ്റൊരാൾക്ക് അതിനകത്ത് എന്ത് ചെയ്യാൻ പറ്റില്ല, അറ്റാക്ക് ചെയ്യാനായിട്ട് സാധിക്കും. സെയിം കോൺസെപ്റ്റ്. അപ്പൊ നമ്മുടെ കമ്പനി അല്ല, അല്ലെങ്കിൽ നമ്മുടെ ഒരു പ്രൊഡക്റ്റ് അല്ല, ഒരാളുടെ ഇതുപോലെ നമ്മൾ അറ്റാക്ക് ചെയ്യുന്നു, വൾണറബിലിറ്റി കണ്ടുപിടിക്കുന്നു, ഒഴിവാക്കുന്നു. ഈ ഒരു പ്രോസസ്സിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് എത്തിക്കൽ ഹാക്കിംഗ് എന്ന് പറയുന്നത്. അതായത് പർപ്പസ് എന്ന് പറയുന്നത്, നമ്മൾ ചെയ്യുന്ന പ്രോസസ്സ് ഹാക്കിംഗ് തന്നെയാണ്, പക്ഷെ നമ്മളുടെ പർപ്പസ് എന്ന് പറയുന്നത് ഒരു എത്തിക്കൽ പർപ്പസ് ആണ്. നമ്മളുടെ പർപ്പസ് എന്ന് പറഞ്ഞാൽ ഒരു ഗുഡ് ഇന്റൻഷൻ ആണ്. നമ്മളുടെ ഇന്റൻഷൻ എന്താണ്, സെക്യൂർ ആക്കുക എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് എന്തെന്ന് വിളിക്കാം, അതിനെ എത്തിക്കൽ ഹാക്കിംഗ് എന്ന് പറയും. ഈ ബ്ലാക്ക് ഹാറ്റ് ഹാക്കിംഗ് എന്ന് പറയുന്നത് ഇതിൽ നേരെ ഓപ്പോസിറ്റ് ആണ്. പ്രോസസ്സ് ഹാക്കിംഗ് തന്നെയാണ്, ഇന്റൻഷൻ
ഇല്ലീഗൽ ആയിരിക്കാം. ഇന്റൻഷൻ എന്ന് പറഞ്ഞാൽ ഡാമേജ് വരുത്തലോ പൈസ ഉണ്ടാക്കലോ ഒക്കെ ആയിരിക്കും. അതൊരു ബ്ലാക്ക് ഹാറ്റ് ഹാക്കിംഗ് എന്ന് പറയുക. പിന്നെ അതുപോലെ വൈറ്റ് ഹാറ്റ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഈ പറഞ്ഞ എത്തിക്കൽ ഹാക്കിങ്ങിന്റെ തന്നെ മറ്റൊരു പേരാണ് കേട്ടോ. ഇത് പല പല പേരുകളുണ്ട് ഈ എത്തിക്കൽ ഹാക്കിങ്ങിന് തന്നെ. എത്തിക്കൽ ഹാക്കിങ്ങിനെ തന്നെ നമ്മൾ വിളിക്കുന്ന പേരാണ് വൈറ്റ് ഹാറ്റ് ഹാക്കിംഗ്. അതിനെ തന്നെ വിളിക്കുന്ന മറ്റൊരു പേരാണ് പെനിട്രേഷൻ ടെസ്റ്റിംഗ്. അപ്പോൾ പല പല പേരുകളിൽ കൂടി ഈ സാധനം അറിയപ്പെടുന്നുണ്ട്. കോൺസെപ്റ്റ് എല്ലാത്തിലും സെയിം ആണ്. നമ്മൾ ഒരു ഹാക്കിംഗ് ചെയ്യുന്നു, അതിന്റെ ഇന്റൻഷൻ എന്ന് പറയുന്നത് അതിനെ സെക്യൂർ ചെയ്യാനായിട്ട് ചെയ്യും. അപ്പോൾ ഇന്റൻഷൻ മാറുന്നത് വഴി ഈ ഡിഫറൻസ് വരും. അപ്പോൾ അതാണ് എത്തിക്കൽ ഹാക്കിംഗ് എന്ന് പറഞ്ഞാൽ. ഹാക്കിംഗ് എന്ന് പറഞ്ഞാൽ ഓൺ ദ അതർ ഹാൻഡ് ഹാക്കിംഗ് എന്ന് പറഞ്ഞാൽ പ്രോസസ്സിനെയാണ് നമ്മൾ വിളിക്കുന്നത്. ആ ഒരു എൻ്റെ പ്രോസസ്സ് ഉണ്ട്, നമ്മൾ ചെയ്യുന്ന രീതി, ആ രീതി നമ്മൾ ഹാക്കിംഗ് എന്ന് വിളിക്കും. അതിൽ തന്നെ ബ്ലാക്ക് ഹാറ്റ് ഹാക്കിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഇല്ലീഗൽ ആയിട്ടുള്ള പർപ്പസിന് വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ഇന്റൻഷൻ എന്ന് പറയുന്നത് ഗുഡ് അല്ലാത്തൊരു ഇന്റൻഷൻ, ഒരു ബാഡ് ഇന്റൻഷനോട് കൂടി, ഒരു ഇല്ലീഗൽ ആയിട്ടുള്ള ഇന്റൻഷനോട് കൂടി അറ്റാക്ക് ചെയ്താണ് ബ്ലാക്ക് ഹാറ്റ് ഹാക്കിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതാണ് എത്തിക്കൽ ഹാക്കിംഗ് എന്നുള്ള ഒരു കോൺസെപ്റ്റ്, അല്ലെങ്കിൽ എത്തിക്കൽ ഹാക്കിംഗ് എന്ന് പറഞ്ഞാൽ ഇതാണ്. പിന്നെ ഒരു ഗ്രേ ഹാറ്റ് ഹാക്കിംഗ് എന്ന് പറയും. ഗ്രേ ഹാറ്റ് ഹാക്കിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതായത് ഈ എത്തിക്കൽ ഹാക്കിംഗ് ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊരു പെർമിഷനോട് കൂടിയാണ് ചെയ്യേണ്ടത്. ഇപ്പോൾ ഞാനിപ്പോൾ ബ്രോട്ടോടൈപ്പിൻ്റെ വെബ്സൈറ്റ് ടെസ്റ്റ് ചെയ്യാന്ന് വെച്ചോ. ഇത് ടെസ്റ്റ് ചെയ്യുന്നത് ബ്രോട്ടോടൈപ്പിൻ്റെ പെർമിഷൻ എനിക്ക് ഉണ്ടെങ്കിൽ എനിക്ക് കുഴപ്പമില്ല. പക്ഷെ പെർമിഷൻ ഇല്ലാണ്ടും എനിക്ക് ചെയ്യും. എനിക്ക് കയറി ചെയ്യുന്നതിന് ബുദ്ധിമുട്ടാണ്. കാര്യം ഇന്റർനെറ്റിൽ അവൈലബിൾ ആയിട്ടുള്ളതാണ്. ഈ ലോകത്ത് ആർക്ക് വേണമെങ്കിലും പോയി ടെസ്റ്റ് ചെയ്യാം. അപ്പോൾ എനിക്ക് വേണമെങ്കിൽ അറ്റാക്ക് ചെയ്യാം. പെർമിഷൻ ഇല്ലാണ്ട് അറ്റാക്ക് ചെയ്യാം. പക്ഷേ ലെറ്റ്സ് സേ ഞാൻ അറ്റാക്ക് ചെയ്തു, ഒരു വൾണറബിലിറ്റി കണ്ടുപിടിച്ചു എന്ന് തന്നെ കരുതിക്കോ. ഞാനത് നിങ്ങളോട് പറയുന്നു, ഞാനത് പ്രോട്ടോടൈപ്പിനോട് പറയും, എന്താ നിങ്ങളുടെ വെബ്സൈറ്റിൽ ഇങ്ങനെ വൾണറബിലിറ്റി ഉണ്ട്. അപ്പോൾ എൻ്റെ ഇന്റൻഷൻ എന്താണ്? നല്ല ഇന്റൻഷനാണ്. എൻ്റെ മോശം ഇന്റൻഷനാണ്, എനിക്ക് പറയേണ്ട ആവശ്യമില്ലല്ലോ. എൻ്റെ ഇന്റൻഷൻ നല്ലതാണ്. പക്ഷേ എനിക്ക് എന്തുണ്ടായില്ല, ഒരു ഓഥറൈസേഷൻ ഉണ്ടായില്ല. എൻ്റെ കയ്യിൽ പ്രോട്ടോടൈപ്പിൻ്റെ ഒരു സമ്മതമോ അല്ലെങ്കിൽ അവരുടേതായ ഒരു പോളിസിയോ ഒന്നും ഇല്ലാതെ, അവരുടെ യാതൊരു വിധത്തിലുള്ള പെർമിഷനും ഇല്ലാണ്ടാണ് ഞാൻ എന്ത് ചെയ്ത് അറ്റാക്ക് ചെയ്തത്. പക്ഷെ അതാണ് ഗ്രേ ഹാറ്റ് ഹാക്കിംഗ് എന്ന് പറഞ്ഞത്. അതായത് പെർമിഷൻ ഉണ്ടാവില്ല, പക്ഷെ ഇന്റൻഷൻ നല്ലതാണ്. ഇന്റൻഷൻ എന്ന് പറയുന്നത് എന്താണ്? ഇന്റൻഷൻ എന്ന് പറയുന്നത് നല്ലതാണ്, ഞാൻ നല്ലൊരു കാര്യത്തിന് വേണ്ടിയിട്ടാണ് ചെയ്യുന്നത്, പക്ഷേ എനിക്ക് അതിന് വേണ്ടിയിട്ടുള്ള പെർമിഷൻ ഒന്നുമില്ല, ഒരു പെർമിഷനും ഇല്ലാണ്ടാണ് ഞാൻ കയറിച്ചത്. അപ്പോൾ അതാണ് ഒരു പ്രശ്നം. നമ്മളുടെ ഇന്റൻഷൻ നല്ലതാണെങ്കിലും നമുക്ക് പെർമിഷൻ ഇല്ലാണ്ട് ഒരു കാര്യം ചെയ്യാൻ പാടില്ല എന്നുള്ളതാണ്. പെർമിഷൻ വേണം. നമുക്കൊരു പെർമിഷൻ എന്ന് പറയുന്നത് പല രീതിയിലാവും. ചിലപ്പോൾ റിട്ടേൺ ആയിട്ടുള്ള പെർമിഷൻ ആയിരിക്കാം, അല്ലെങ്കിൽ ചിലപ്പോൾ RVDP ആയിരിക്കും, അതായത് റെസ്പോൺസിബിൾ വൾണറബിലിറ്റി ഡിസ്ക്ലോഷർ പ്രോഗ്രാം അല്ലെങ്കിൽ പോളിസി എന്ന് പറയാം. അതൊരു കമ്പനിയുടെ വെബ്സൈറ്റ് ടെസ്റ്റ് ചെയ്യാനായിട്ടുള്ള ഒരു എക്സ്പ്ലിസിറ്റ് പെർമിഷനാണ്. ആ പെർമിഷൻ ഉണ്ടെങ്കിൽ മാത്രം നമ്മൾ എന്ത് ചെയ്യാൻ പാടുള്ളൂ? നമുക്ക് പെർമിഷനുള്ള വെബ്സൈറ്റിൽ നമുക്ക് പോയിട്ട് അറ്റാക്ക് ചെയ്യാം, എന്നിട്ട് അത് റിപ്പോർട്ട് ചെയ്യാം. അങ്ങനെ ഒരു പെർമിഷൻ ഇല്ലാതെ സിറ്റുവേഷനിൽ ഞാൻ അറ്റാക്ക് ചെയ്യുന്നു, എന്നിട്ട് അത് ഞാൻ റിപ്പോർട്ട് ചെയ്യുന്നു എന്നുണ്ടെങ്കിൽ അതിനെ വിളിക്കാൻ പറ്റുന്നത് കേസ് കൊടുക്കാം. അവർക്ക് പെർമിഷൻ ഇല്ലാണ്ട് ചെയ്തല്ലോ, കേസ് കൊടുക്കണേ കൊടുക്കാം. ഒരു പോസിബിലിറ്റിയാണ്. പണ്ടൊരു കേസ് ഉണ്ടായിരുന്നു, ഇതുപോലെ കേസ് കൊടുത്തു. പക്ഷേ നമ്മളുടെ ഇന്ത്യൻ IT ആക്ടിലാണ് ശരിക്കും ഹാക്കിംഗ് എന്ന് പറഞ്ഞിട്ടൊരു വേർഡ് ഉള്ളത്. ഇപ്പം ഇല്ല കേട്ടോ, അത് റിമൂവ് ചെയ്തു. പക്ഷേ പണ്ടുണ്ടായിരുന്നു. അതായത് IT ആക്ടിൻ്റെ 2008 അമെൻമെന്റിൽ പറയുന്നത്, അതായത് സെക്ഷൻ 66A ഹാക്കിംഗ് എന്ന് പറയുന്നൊരു കോൺസെപ്റ്റ് ഇപ്പം ഇല്ല. ഇപ്പം അത് റിമൂവ് ചെയ്തു. സുപ്രീം കോടതി മറ്റും അത് റിമൂവ് ചെയ്തെന്ന് തോന്നുന്നു. അപ്പോൾ അത് അന്നുണ്ടായിരുന്ന സമയത്ത് പറയുന്നുണ്ടായിരുന്നു, ഇന്റൻഷൻ എന്താണ് നല്ലതാണെന്നുണ്ടെങ്കിൽ അതിനെ ഹാക്കിംഗ് ഒരു ക്രൈമായിട്ട് കൺസിഡർ ചെയ്യാൻ പറ്റില്ല എന്നുള്ളത്. അപ്പോൾ അന്ന് ഇതുപോലെ എനിക്ക് ഏതൊരു യൂണിവേഴ്സിറ്റിയുടെ ആണ്, ഇഫ് എം നോട്ട് റോങ്, ഏതൊരു യൂണിവേഴ്സിറ്റിയിൽ സ്റ്റുഡന്റ് ഇതുപോലെ അവരുടെ വെച്ചിട്ട് അറ്റാക്ക് ചെയ്തു. അതിനകത്ത് സീക്വൽ ഇഞ്ചക്ഷൻ എന്ന് പറഞ്ഞ വൾണറബിലിറ്റി ഉണ്ടായിരുന്നു. അത് മാർക്കൊക്കെ മാറ്റാൻ പറ്റും. അതായത് മാർക്ക് മാറ്റിയിട്ട് ട്രൂ ആക്കും ഫോൾസ് ആക്കും. പണ്ട് ഭയങ്കര ന്യൂസ് ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ മാർക്ക് കൂട്ടാൻ കുറയ്ക്കാം, പാസ്സായാളെ ഫെയിൽ ആവാം, ഫെയിൽ അയാൾ പാസ്സാക്കാം. അപ്പോൾ സ്റ്റുഡന്റ് ഇത് കണ്ടുപിടിച്ചു, അവരത് യൂണിവേഴ്സിറ്റിയിൽ റിപ്പോർട്ട് ചെയ്തു. പക്ഷേ വാട്ട് ഹാപ്പൻഡ് വാസ് ഇന്റൻഷൻ ഗുഡായിരുന്നു, ഇന്റൻഷൻ നല്ലതായിരുന്നു. ഇന്റൻഷൻ അയാൾ കണ്ടുപിടിച്ചു, അയാൾ വേണമെങ്കിൽ സ്വന്തം മാർക്ക് മാറ്റാം, അയാൾക്കാണ് യൂണിവേഴ്സിറ്റി ടോപ്പർ ആവായിരുന്നു. ചെയ്യുന്നതിന് പകരം പുള്ളി എന്ത് ചെയ്തു, യൂണിവേഴ്സിറ്റിയോട് പറഞ്ഞു. നോർമലി മറ്റുള്ള രാജ്യങ്ങളിലെ യൂണിവേഴ്സിറ്റീസ് ആണെങ്കിൽ അവനെ പിടിച്ച് വല്ല കമ്പ്യൂട്ടർ സയൻസ് ഡിഗ്രി പഠിപ്പിച്ച് നല്ലൊരു അറ്റാക്കർ ആക്കാം. പക്ഷേ നമ്മുടെ നാട്ടിൽ എന്താ സംഭവിച്ചു വെച്ചാൽ യൂണിവേഴ്സിറ്റി കൊണ്ട് കേസ് കൊടുത്തു. യൂണിവേഴ്സിറ്റി കോടതി കൊണ്ട് കേസ് കൊടുത്തിട്ട് പറഞ്ഞു ഞങ്ങളുടെ പെർമിഷൻ ഇല്ലാണ്ട് ചെയ്തു. ശരിക്കും പറഞ്ഞാൽ അവനത് പറയാതിരുന്നെങ്കിൽ അവന് ലാഭമായിരുന്നു. അവന് പറയാതിരുന്നെങ്കിൽ അവന് ലാഭത്തിലേക്ക് അവന് സ്കോർ മാറ്റായിരുന്നു. അവന്റെ കൂട്ടുകാർക്ക് വേണ്ടിയിട്ട് സ്കോർ മാറ്റായിരുന്നു, പേയ്മെന്റ് മേടിച്ച് മാറ്റി കൊടുക്കായിരുന്നു. അപ്പൊ ഇതൊന്നും ചെയ്യാണ്ടാവുമ്പോൾ യൂണിവേഴ്സിറ്റിയോട് പറഞ്ഞു. യൂണിവേഴ്സിറ്റി എന്താ ചെയ്തെന്ന് വെച്ചാൽ എന്നാൽ ശരി പറഞ്ഞു, നമുക്ക് കോടതി പോകാന്ന് പറഞ്ഞിട്ട് കൊണ്ട് കോടതിയിൽ ഒരു കേസ് ഫയൽ ചെയ്തു. പക്ഷെ അന്ന് കോടതിയിൽ ഈ പറഞ്ഞ പോലെ ഈ IT ആക്ടിൽ പറയുന്നുണ്ട്, ഉദ്ദേശം മോശമാണെങ്കിലേ ചെയ്യാൻ പറ്റുള്ളൂ, ഉദ്ദേശം മോശമാണെങ്കിലേ ക്രൈം ആക്കാം. പക്ഷെ അവനത് റിപ്പോർട്ട് ചെയ്തല്ലോ. ഉദ്ദേശം മോശമുള്ള ഒരാൾ റിപ്പോർട്ട് ചെയ്യേണ്ട ആവശ്യമില്ലാത്തതുകൊണ്ട് കോടതി തന്നെ വെറുതെ വിട്ടു. പക്ഷെ വാട്ട് ഹാപ്പൻഡ് വാസ് കുറെ നാളായിട്ട് പുറകെ നടക്കുന്നത്. അതിന്റെ ഒരു പ്രശ്നം എനിക്ക് തോന്നുന്നത് ഒരു ഇതിനെപ്പറ്റി ഒരു അവയർനെസ് ഇല്ലാത്ത പ്രശ്നം, അല്ലെങ്കിൽ ഒരു നോളജ് ഇല്ലാത്ത പ്രശ്നം തോന്നുന്നു. തീർച്ചയായും ചിലപ്പോ ആ യൂണിവേഴ്സിറ്റി ഇരിക്കുന്ന ആൾക്കാർക്ക് ടെക്കായിട്ട് യാതൊരു ബന്ധമില്ലായിരിക്കും. അവൻ പോയി പറഞ്ഞത് അങ്ങനത്തെ ആൾക്കാരായിരിക്കും. അവര് നോക്കുമ്പോ നമ്മളെ സൈറ്റ് ഹാക്ക് ചെയ്ത് ആ ഒരു ഇതിൽ. അപ്പോൾ ഡിഫറൻസ്. അതാണ് ഗ്രേ ഹാറ്റ് ഹാക്കിംഗ് എന്ന് പറഞ്ഞാൽ. അവന്റെ പെർമിഷൻ ഇല്ലാണ്ട് ചെയ്തുകൊണ്ടാണ് ആ പ്രശ്നം ഉണ്ടായത്. അപ്പോൾ എപ്പോഴും ഗ്രേ ഹാറ്റ് ഹാക്കിങ്ങോ അല്ലെങ്കിൽ ബ്ലാക്ക് ഹാറ്റ് ഹാക്കിംഗ് എന്ന് പറയുന്നത് ഇല്ലീഗൽ ആയിട്ടുള്ള കാര്യം തന്നെയാണ്, അതിൽ സംശയമില്ല, ഇല്ലീഗൽ തന്നെയാണ്. പക്ഷേ ഈവൻ തോ ഇന്റൻഷൻ നല്ലതാണെങ്കിലും പല രാജ്യങ്ങളിൽ അത് ഇല്ലീഗൽ ആയിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. ഇപ്പോൾ നമ്മുടെ രാജ്യത്ത് ഇന്റൻഷൻ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. പക്ഷേ ഇപ്പോൾ IT ആക്ടിൽ
ഈ ഇതില്ല, സെക്ഷൻ 66A ഇല്ല എന്നാണ് എൻ്റെ അറിവ്. അത് റിമൂവ് ചെയ്യാൻ പറ്റുന്നുണ്ട് ഹാക്കിംഗ് എന്നുള്ള ഒരു കോൺസെപ്റ്റ്. പക്ഷേ മറ്റുള്ള രാജ്യങ്ങളിലേക്ക് പോകുമ്പോൾ അത് കുറച്ചുകൂടെ സ്ട്രിക്റ്റ് ആണ് പ്രൈവസി ലോസ് എന്ന് പറയുന്നത്. നമ്മുടെ നാട്ടിൽ പ്രൈവസി ലോസ് വളരെ സ്ട്രിക്റ്റ് അല്ല, പക്ഷെ മറ്റുള്ള രാജ്യങ്ങൾ വളരെ സ്ട്രിക്റ്റ് ആണ്. അപ്പോൾ ഒരു പെർമിഷൻ ഇല്ലാണ്ട് നമ്മൾ നല്ല ഇൻറ്റൻഷനോടുകൂടി ചെയ്താൽ പോലും അതൊരു പ്രശ്നമായിട്ട് മാറാം. അത് പെർമിഷൻ ഇല്ലാണ്ട് നമുക്ക് ചെയ്യാൻ പറ്റില്ല. അപ്പം അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട്. പിന്നെ പ്രത്യേകിച്ച് യൂറോപ്യൻ യൂണിയൻ യൂണിയനിലുള്ള കൺട്രീസ് എന്ന് പറഞ്ഞാൽ GDPR വളരെ വലിയ GDPR എന്ന് പറയുന്ന ഒരു റെഗുലേഷൻ അല്ലെങ്കിൽ ഒരു ആക്ട് എന്ന് വേണമെങ്കിൽ വിളിക്കും. അതായത് ഡാറ്റ പ്രൈവസി ഭയങ്കര ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന ഒരു കൺട്രി, ഒരു ഏരിയയാണ് യൂറോപ്യൻ യൂണിയൻ എന്ന് പറയുന്നത്. അപ്പോൾ അവിടെയൊക്കെ നമ്മൾ ഇതുപോലുള്ള അറ്റാക്കുകൾ ചെയ്താൽ, പെർമിഷൻ ഇല്ലാണ്ട് അറ്റാക്ക് ചെയ്താൽ, ഈവൻ ദോ നല്ല ഇൻറ്റൻഷൻ ആണെങ്കിലും പലപ്പോഴും അത് തിരിച്ചടിക്കപ്പെടാം. അതൊരു വലിയ പ്രശ്നമാണ്. അപ്പോൾ അതുകൊണ്ട് എപ്പോഴും പെർമിഷനോട് കൂടി തന്നെ ചെയ്യണം. അതായത് ഒന്നെങ്കിൽ നമുക്കൊരു റിട്ടേൺ പെർമിഷൻ ഉണ്ടാവണം, അല്ലെങ്കിൽ നമുക്കൊരു RVDP, റെസ്പോൺസിബിൾ വൾണറബിലിറ്റി ഡിസ്ക്ലോഷർ പ്രോഗ്രാം, അല്ലെങ്കിൽ ബഗ് ബൗണ്ടി നമുക്ക് വിളിക്കാം. ബഗ് ബൗണ്ടി ചെയ്യാൻ പറ്റുന്നുണ്ടാവണം. RVDP ഉണ്ടെങ്കിൽ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ RVDP ഉണ്ടാവണം. അപ്പോൾ ഇത് എന്തെങ്കിലും ഒരു തരത്തിലുള്ള പെർമിഷൻ ഉണ്ടെങ്കിലേ ചെയ്യാവുള്ളൂ. അപ്പോൾ അങ്ങനെ പെർമിഷൻ ഇല്ലാണ്ട് നല്ല ഇൻറ്റൻഷനോട് കൂടി ചെയ്യുന്ന ആൾക്കാരാണ് ഗ്രേ ഹാറ്റ് ഹാക്കേഴ്സ്. അങ്ങനെ പെർമിഷൻ കയ്യിലുണ്ട് നല്ല ഇൻറ്റൻഷനോട് കൂടി ചെയ്യുന്ന ആൾക്കാരാണ് വൈറ്റ് ഹാറ്റ് ഹാക്കേഴ്സ്. ബ്ലാക്ക് ഹാറ്റ് ഹാക്കറിന് പിന്നെ പെർമിഷനും വേണ്ട, ഒന്നും വേണ്ട, ജസ്റ്റ് അറ്റാക്ക് ചെയ്യുക, ഡാമേജ് ചെയ്യുക, എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാക്കുക, പോവുക. അപ്പോൾ ഇതാണ് ഒരു കോൺസെപ്റ്റ് എന്ന് പറയുന്നത്. മറ്റേ നമ്മളിപ്പോ പറഞ്ഞ പോലെ ഒരു പെർമിഷൻ ഇല്ലാണ്ട് ചെയ്യാന്ന് പറഞ്ഞല്ലേ, ഇപ്പൊ നമ്മൾ അങ്ങനെ ചെയ്തു, പക്ഷെ അങ്ങനെ ഒരു പ്രശ്നം ഉണ്ട് എന്നുണ്ടെങ്കിൽ എന്നാലും അത് നമുക്ക് തന്നെ തിരിച്ചടിക്കാം. ആ കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ, ഈവൻ തോ നമ്മൾ നല്ലതിന് വേണ്ടിയിട്ടാണ് ചെയ്യുന്നതെങ്കിലും പറയാൻ പറ്റില്ലല്ലോ. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നമ്മൾ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാക്കിയ ഒരാളെ നമ്മൾ കൊന്നു എന്ന് കരുതുക. അയാൾ ഭയങ്കരമായിട്ട് കുഴപ്പങ്ങൾ ഉണ്ടാക്കിയ ആൾ, സമൂഹത്തിന് ഭയങ്കര പ്രശ്നങ്ങൾ ഉണ്ടാക്കിയ ഒരാൾ, ഒരുപാട് ഇല്ലീഗലായിട്ടുള്ള ആക്ടിവിറ്റീസ് ചെയ്ത ഒരാൾ, നമ്മൾ അയാളെ പോയി കൊന്നു എന്ന് കരുതുക. നമ്മളുടെ ഇൻറ്റൻഷൻ നല്ലതാണ്. കാര്യം നമ്മൾ ഒരാവശ്യമില്ലാത്ത സമൂഹത്തിന് പ്രശ്നം ഉണ്ടാക്കുന്ന ഒരാളെയാണ് നമ്മൾ കൊന്നത്. എന്നാൽ പോലും ഫ്രം ദ പെർസ്പെക്റ്റീവ് ഓഫ് ലോ നമ്മൾ തെറ്റുകാരനാണ്. നമ്മളുടെ ഇൻറ്റൻഷൻ നല്ലതായിരുന്നു, പക്ഷെ നല്ല തെറ്റ്. അതേപോലെ തന്നെയാണ് നമ്മൾ ചെയ്യുന്നത് നല്ല കാര്യമാണ്. നമ്മൾ ആ ചെയ്യുന്നത് കൊണ്ട് ആ കമ്പനിക്ക് ഉപകാരമേ ഉള്ളൂ, ആ കമ്പനിക്ക് ഒരു നഷ്ടവും വരാൻ പോകുന്നില്ല. പക്ഷെ എന്നാൽ പോലും എന്താണ് പ്രശ്നം, ഫ്രം ദ പെർസ്പെക്റ്റീവ് ഓഫ് ദ ലോ നമ്മൾ തെറ്റുകാരനാണ്. അപ്പോൾ അതുകൊണ്ടാണ് പെർമിഷൻ ഇല്ലാണ്ട് ചെയ്താൽ. ഇൻറ്റൻഷൻ എന്തെന്നുള്ളത് രണ്ടാമത്തെ കാര്യമാണ്. എപ്പോഴും ഇൻറ്റൻഷൻ ചിലപ്പോൾ നല്ലതാവാം, പക്ഷെ എന്നാൽ പോലും നമ്മൾ ലീഗൽ അല്ലാത്ത കാര്യമാണ് ചെയ്യുന്നത്. അപ്പോൾ ഒരിക്കലും അത് ചെയ്യാൻ പാടില്ല എന്ന് ഞാൻ പറയുള്ളൂ. ഈവൻ തോ നിങ്ങളുടെ ഇൻറ്റൻഷൻ നല്ലതാണെങ്കിലും ചെയ്യാതിരിക്കുന്നതാണ് നല്ലത്. നമ്മൾ വെറുതെ ഇതിൻ്റെ പുറകെ നടക്കേണ്ട ഒരു ആവശ്യം വരരുത് പിന്നീട്. ദാറ്റ്സ് വൈ നമ്മളൊരു പെർമിഷൻ ഇല്ലാണ്ടാണ് ചെയ്യുന്നതെങ്കിൽ അതുകൊണ്ട് അവർക്ക് ചിലപ്പോൾ ഒരു 10 ലക്ഷം 20 ലക്ഷം നഷ്ടം ഉണ്ടായി കഴിഞ്ഞാൽ, ഇപ്പോൾ ഒരു ബാങ്കിൻ്റെ വെബ്സൈറ്റ് ആണെന്ന് കരുതിക്കോ, നമ്മൾ ടെസ്റ്റ് ചെയ്യുന്നു, എനിക്കൊരു പെർമിഷൻ ഇല്ലാണ്ടാണ് ഞാൻ ടെസ്റ്റ് ചെയ്യുന്നത്. ആ ടെസ്റ്റിംഗ് കാരണം, ഞാൻ ചെയ്യുന്ന ടെസ്റ്റിംഗ് കൊണ്ട് ചിലപ്പോൾ അവരുടെ സെർവർ 1-2 മിനിറ്റൊക്കെ ഡൗൺ ആയെന്ന് വെച്ചു. ഞാൻ വൾണറബിലിറ്റി കണ്ടുപിടിച്ച് റിപ്പോർട്ട് ചെയ്തു, പക്ഷെ ആ 2 മിനിറ്റ് കൊണ്ട് അവർക്കുണ്ടായ നഷ്ടം ചിലപ്പോൾ 20 ലക്ഷം 30 ലക്ഷം രൂപയായിരിക്കും. ആ പൈസ നഷ്ടം വരാനുള്ള കാരണം ആരാണ്? ഞാനാണ്. എൻ്റെ ഇൻറ്റൻഷൻ നല്ലതാണെങ്കിലും ആ പ്രോസസ്സിനെ ഞാൻ ഫോളോ ചെയ്യാഞ്ഞത് കൊണ്ട് ഒരു നഷ്ടം ഉണ്ടായി. അപ്പോൾ ഇങ്ങനെ കുറേ പോസിബിലിറ്റീസ് അവിടെ ഉണ്ട്. അപ്പോൾ ഇൻറ്റൻഷൻ മാത്രമല്ല, ഇൻറ്റൻഷൻ നല്ലതാണെങ്കിലും നമ്മൾ ചെയ്യുന്ന പ്രോസസ്സ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ഈ പറഞ്ഞ പോലെ നമുക്ക് സമൂഹത്തിന് മോശമായ ഒരാളെ നമ്മൾ കൊന്നാലും മർഡർ ഈസ് ഓൾവേസ് എ മർഡർ. അത് ആരെ കൊന്നു എന്നുള്ളതിനല്ല, നമ്മൾ കൊന്നോ ഇല്ലയോ എന്നുള്ളതാണ് പ്രശ്നം. അതുപോലെ തന്നെയാണ് ഹാക്കിങ്ങും. നമ്മളുടെ ഇൻറ്റൻഷൻ നല്ലതാണോ ഇല്ലയോ എന്നുള്ള, നമ്മൾ ചെയ്ത പ്രോസസ്സിന് പെർമിഷൻ ഉണ്ടായിരുന്നോ ഇല്ലയോ എന്നുള്ളതാണ് പ്രശ്നം. അതുകൊണ്ട് പല പ്രശ്നങ്ങളുണ്ടാകും. അപ്പോൾ ഏറ്റവും ബെറ്റർ ആയിട്ടുള്ള ഒരു ഓപ്ഷൻ എന്ന് പറയുന്നത്, നമുക്ക് ഓതറൈസേഷൻ ഉള്ള, നമുക്ക് പ്രശ്നങ്ങൾ വരില്ല എന്ന് ഉറപ്പുള്ള വെബ്സൈറ്റുകൾ എടുക്കുക, ടെസ്റ്റ് ചെയ്യുക. അത് RVDP പോളിസി ഉണ്ട്. അതായത് വെബ്സൈറ്റുകൾക്ക് RVDP അല്ലെങ്കിൽ റെസ്പോൺസിബിൾ വൾണറബിലിറ്റി ഡിസ്ക്ലോഷർ പ്രോഗ്രാം എന്ന് പറയാം. RVDP പോളിസി ഉണ്ടാവും. RVDP പോളിസി ഉണ്ടെങ്കിൽ നമുക്ക് പോയി ടെസ്റ്റ് ചെയ്യാം. അല്ലെങ്കിൽ നമുക്ക് ആ വെബ്സൈറ്റ് ആരാണോ റൺ ചെയ്യുന്ന ബിസിനസ്, ആ ബിസിനസ്സിൻ്റെ റിട്ടേൺ പെർമിഷൻ ഉണ്ടെങ്കിലും നമുക്ക് ടെസ്റ്റ് ചെയ്യാം, പ്രശ്നമില്ല. അതിൽ നമുക്കറിയാവുന്ന ഒരാളുടെ ആണെങ്കിലും പ്രശ്നമില്ല, കാര്യം അവർ കേസിന് പോലില്ലല്ലോ. അങ്ങനെ അപ്പോൾ എപ്പോഴും ആ ഒരു പെർമിഷൻ എന്ന് പറയുന്ന ഒരു സാധനം, ആ ഡ്യൂ പ്രോസസ്സിന് എപ്പോഴും പ്രാധാന്യം കൊടുക്കുക. മേക്ക് ഷുവർ ഡ്യൂ പ്രോസസ് ഹാവ് ഹാപ്പൻഡ്, ആ ഡ്യൂ പ്രോസസ്സ് നടന്നു എന്നുള്ള ഉറപ്പാക്കുക. അങ്ങനെയാണെങ്കിൽ പിന്നെ നമുക്ക് പേടിക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ മിക്ക കമ്പനികളും പറയും, അതായത് ലൈക്ക് നിങ്ങൾക്ക് ഇത് ചെയ്യാം. ചില കമ്പനികൾ സ്പെസിഫിക്കലി എടുത്ത് പറയും, അതായത് ഈവൻ തോ നിങ്ങളിത് ചെയ്താലും ഞങ്ങൾ ചിലപ്പോൾ കൊണ്ട് കേസ് കൊടുക്കാം. എങ്ങനെയാണ് നിങ്ങളിത് ചെയ്യുന്നതൊക്കെ ഞങ്ങൾ പറയുന്ന രീതിയിൽ നിങ്ങൾ ചെയ്യണം, ഇല്ലെങ്കിൽ പ്രശ്നം ഉണ്ടാക്കാം. ഇപ്പോൾ അവർ RVDP പോളിസിയിൽ പറയുന്നുണ്ടാവും, നിങ്ങൾക്ക് ഇതാ ഇങ്ങനെയാണ് ചെയ്യാൻ പറ്റുന്നത്, ഇതാണ് സ്റ്റെപ്പ്, ഈ സ്റ്റെപ്പുകളിൽ കൂടെയാണ് ചെയ്യുന്നത്. ടെസ്റ്റ് ചെയ്യേണ്ടതെന്ന് തന്നെ പറയാം. ഔട്ട് ഓഫ് സ്കോപ്സ് ഫീച്ചേഴ്സ് ഉണ്ട്. ഇന്ന ഡൊമൈൻ ടെസ്റ്റ് ചെയ്യാൻ പാടില്ല. അപ്പോൾ നമ്മൾ ടെസ്റ്റ് ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞാൽ ഡൊമൈൻ പോയി ടെസ്റ്റ് ചെയ്താൽ അവർക്ക് വേണമെങ്കിൽ കൊണ്ട് കേസ് കൊടുക്കാം. അപ്പോൾ അവിടെയും ഒരു പ്രോബ്ലം ഉണ്ടാവും. അപ്പോൾ ഇതൊന്നും നടക്കണം എന്നല്ല, ഇതൊക്കെ നടക്കുന്ന ചാൻസ് വളരെ കുറവാണ്. പക്ഷെ എന്നാലും നമ്മൾ ആ ഒരു പോസിബിലിറ്റി ഉണ്ടാക്കി വെക്കണ്ടല്ലോ. സോ എപ്പോഴും ഇറ്റ്സ് ബെറ്റർ ഓൾവേസ് നമുക്കൊന്നെങ്കിൽ RVDP നമ്മുടെ കയ്യിൽ ഉണ്ടാവണം, അല്ലെങ്കിൽ ഒരു റിട്ടേൺ പെർമിഷൻ ഓതറൈസേഷൻ ഉണ്ടാവണം. എന്നിട്ട് ടെസ്റ്റ് ചെയ്യുന്നതാണ് എപ്പോഴും. അതാകുമ്പോൾ നമുക്ക് പിന്നെ പേടിക്കേണ്ട ആവശ്യമില്ല.
ഇതാണ് എത്തിക്കൽ ഹാക്കിങ്ങിൻ്റെ ഒരു കോൺസെപ്റ്റ്. ഇതാണ് ഒരു ഹാക്കറും പെൻടെസ്റ്ററും തമ്മിലുള്ള വ്യത്യാസം. ഒരു ഹാക്കർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദേ ഡോണ്ട് കെയർ അബൌട്ട് ദ ഡ്യൂ പ്രോസസ്, ദേ ഡോണ്ട് കെയർ അബൌട്ട് ദി ഇൻറ്റൻഷൻ. അവരുടെ ഇൻറ്റൻഷൻ എപ്പോഴും മോശമായിരിക്കും, അല്ലെങ്കിൽ അവരുടെ ഉദ്ദേശം എന്ന് പറയുന്നത് നല്ലതേ ആയിരിക്കില്ല. പക്ഷെ ഒരു പെൻടെസ്റ്ററിനെ സംബന്ധിച്ചിടത്തോളം ദേ ഹാവ് എ ഡ്യൂ പ്രോസസ് ഡൺ. അവരുടെ കയ്യിൽ ഓതറൈസേഷൻ ഉണ്ടാവും, അവർ ആ പേപ്പർ വർക്ക് കംപ്ലീറ്റ് ചെയ്യുന്നുണ്ടാവും, അവരുടെ ഇൻറ്റൻഷനും നല്ലതായിരിക്കും. പക്ഷേ പ്രോസസ്സ്, അതായത് പെൻടെസ്റ്റർ ചെയ്യുന്ന പ്രോസസ്സും ഹാക്കർ ചെയ്യുന്ന പ്രോസസ്സോ ചെയ്യുന്ന ജോലി എന്ന് പറയുന്നത് എക്സാക്ട്ലി സെയിം ആണ്. വ്യത്യാസം വരുന്നില്ല. രണ്ടുപേരും ചെയ്യുന്ന രീതി സെയിം ആണ്. എന്തിനു വേണ്ടിയിട്ട് ചെയ്യുന്നു എന്നുള്ളതിൽ മാത്രമേ ഒരു മാറ്റം വരും. മറ്റേ കൊലപാതകം പറഞ്ഞ പോലെ ആ. മറ്റേ ജയിലില് വധശിക്ഷ വിധിക്കുന്നവൻ പോലീസാണ്, അതെ. ചെയ്യുന്ന പണി സെയിം ആണ്. ചെയ്യുന്ന പണി സെയിം ആണ്, കൊലപാതകം തന്നെയാണ്. കൊല്ലുമ്പോ അത് കില്ലറായി, അവിടെ ചെയ്യുമ്പോൾ അത് ജോലി, അത്രേ ഉള്ളൂ. അപ്പോൾ ആ ഒരു വ്യത്യാസം ദിസ് പോട്ടെ. അപ്പോൾ ജോലി എപ്പോഴും സെയിം ആണ്, പക്ഷേ എന്തിന് ചെയ്യുന്നു എന്നുള്ളത് മാത്രമേ വ്യത്യാസം വരുന്നുള്ളൂ. ദാറ്റ്സ് വാട്ട് ദ തിങ്സ്. അപ്പോൾ ഇതുപോലെ പല എക്സാമ്പിൾസ് നമുക്ക് എടുക്കാൻ പറ്റും. ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ഈ പറഞ്ഞ പോലെ ഇൻറ്റൻഷൻ ഡിഫറെൻ്റ് ആയിട്ടുള്ള രീതിയിലുണ്ട്, പക്ഷേ പ്രോസസ്സിനെ അഫക്റ്റ് ചെയ്തുകൊണ്ട് മാത്രം പലപ്പോഴും പല ആൾക്കാരും ചെന്ന് പെട്ടിട്ടുള്ളതുണ്ട്, ഒരുപാട് പേര് പെട്ടിട്ടുള്ളതുണ്ട്. അപ്പോൾ എനിക്ക് തോന്നുന്നു ഈ പഠിക്കാൻ വേണ്ടിയിട്ടൊക്കെ ചില ആൾക്കാർ ടെസ്റ്റ് ചെയ്ത് പഠിച്ചിട്ടുണ്ട്. ഇപ്പോൾ കെവിൻ മിറ്റ്നിക് എന്ന് പറയുന്ന ഒരു ലെജൻഡ് പേഴ്സൺ ഉണ്ടായിരുന്നു. ഹി വാസ് ലെജൻഡറി ആക്ച്വലി. ഹാക്കിംഗ് എന്ന് പറയുന്ന ഒരു ഡൊമൈനിൽ വളരെ വെൽ നോൺ ആണ്. വളരെ വെൽ നോൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ അദ്ദേഹം മരിച്ചു കഴിഞ്ഞ ഒരു 2 വർഷം മുമ്പ്, കഴിഞ്ഞ വർഷം മറ്റുമാണ് അദ്ദേഹം മരിക്കുന്നത്. അപ്പോൾ അദ്ദേഹം ശരിക്കും ചെറിയ പ്രായത്തിൽ നാസയുടെ വെബ്സൈറ്റും സാറ്റലൈറ്റും ഒക്കെ ഹാക്ക് ചെയ്തു, വളരെ ചെറിയ പ്രായത്തിൽ. എന്നിട്ട് ഇവിടെ ജയിലിലായി, പോലീസ് പിടിച്ചു, ജയിലിലായി, ഭയങ്കര പ്രശ്നം. പക്ഷേ ഹി വാസ് ലെജൻഡറി ആക്ച്വലി. അതായത് കെവിൻ മിറ്റ്നിക് എന്ന ഒരു പേഴ്സൺ ക്രിയേറ്റ് ചെയ്ത് വെച്ചൊരു കോൺസെപ്റ്റ് ഉണ്ട് സൈബർ സെക്യൂരിറ്റിയിൽ. ഇപ്പോൾ ഫിസിക്കൽ സെക്യൂരിറ്റി എന്നുള്ളവർ അദ്ദേഹം അത് ചെയ്തത്, ഈ പറയുന്ന ചെറിയ പ്രായത്തിൽ അറ്റാക്കൊക്കെ ചെയ്തത് പ്രത്യേകിച്ചൊരു വെറുതെ തമാശയ്ക്ക് വേണ്ടിയിട്ട് ചെയ്തതാണ്. പക്ഷെ അത് അറസ്റ്റ് ചെയ്യപ്പെട്ടു, ജയിലിൽ പോയി, ജയിലിൽ കുറേ നാൾ സെർവ് ചെയ്തു. അത് കഴിഞ്ഞിട്ട് പിന്നീട് അദ്ദേഹം പുറത്തു വന്നിട്ടൊരു സൈബർ സെക്യൂരിറ്റി കമ്പനി തുടങ്ങുകയും ഒരു സെക്യൂരിറ്റി കൺസൾട്ടൻ്റ് ആയിട്ട് മാറുകയൊക്കെയാണ് ചെയ്തത്. ഞാൻ പറഞ്ഞാൽ അങ്ങനെ ചെയ്തിട്ട് ജയിലിൽ പോയ ആൾക്കാരും ഉണ്ട്. അതായത് അദ്ദേഹത്തിൻ്റെ ഉദ്ദേശം പ്രത്യേകിച്ച് ഒരു ഉദ്ദേശം ഇല്ലായിരുന്നു, വെറുതെ ഒരു തമാശയൊക്കെ ചെയ്താണ്. പക്ഷെ പണി കിട്ടി. അങ്ങനെയുള്ള കുറേ പ്രശ്നങ്ങളുണ്ട്. ഇങ്ങനെ കുറേ എക്സാമ്പിൾസ് നമുക്ക് കാണാൻ പറ്റും. ഏറ്റവും ബെറ്റർ ആയിട്ടുള്ള ഒരു രീതി എന്ന് പറയുന്നത് നമ്മളുടെ ഒരു ഓതറൈസേഷൻ ഉണ്ട്, നമ്മളുടെ ഒരു റിട്ടേൺ പെർമിഷനും കാര്യങ്ങളൊക്കെ ഉണ്ട്, ദെൻ ചെയ്യാം. ഇനി ചെയ്ത് കിട്ടുന്നിടത്ത് നമ്മളുടെ എന്ത് ഡാറ്റ കൈക്കിട്ടെ. ഇപ്പോൾ എപ്പോഴും ഹാക്കിംഗ് എന്ന് പറയുന്നതിൽ ഒരു കാര്യമുള്ളത്, നമ്മളുടെ കയ്യിൽ കിട്ടുന്ന ഡാറ്റ എപ്പോഴും സെൻസിറ്റീവ് ആയിരിക്കും. ഇപ്പോൾ ഒരു ബാങ്കിൻ്റെ വെച്ചിട്ട് ടെസ്റ്റ് ചെയ്ത് പോകുന്ന എനിക്ക് ചിലപ്പോൾ ക്രെഡിറ്റ് കാർഡിൻ്റെ ഡീറ്റെയിൽസോ ഡെബിറ്റ് കാർഡിൻ്റെ ഡീറ്റെയിൽസോ കിട്ടിയേക്കാം, എൻ്റെ കയ്യിൽ കണ്ടേക്കാം, ഞാനത് കാണാം, ഞാനത് എൻ്റെ കയ്യിൽ ഉണ്ടാവാം. അതിനെ മിസ്യൂസ് ചെയ്യാൻ പാടില്ല എന്നുള്ളതാണ് ഒന്നാമത്തെ കാര്യം. അതായത് നമ്മളുടെ ഒരു അറ്റാക്കറിൻ്റെ തലയിൽ എപ്പോഴും, ഒരു ഹാക്കർ അല്ലെങ്കിൽ ഒരു പെൻടെസ്റ്ററിൻ്റെ തലയിൽ എപ്പോഴും ഇൻറ്റൻഷൻ എന്നുള്ളത് എപ്പോഴും ക്ലിയർ ആയിരിക്കണം. നമ്മളുടെ കയ്യിൽ ഡാറ്റ കിട്ടിയാലും, നമുക്ക് മിസ്യൂസ് ചെയ്യാൻ പറ്റുന്ന ഡാറ്റ കിട്ടിയാലും നമ്മൾ അതിനെ മിസ്യൂസ് ചെയ്യും. നമ്മളുടെ കയ്യിൽ മിസ്യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരുപാട് ഡാറ്റ നമ്മളുടെ കയ്യിൽ കിട്ടും. അതാണ് ഒന്നാമത്തെ കാര്യം. നമ്മളുടെ ഒരുപാട് ഡാറ്റ മിസ്യൂസ് ചെയ്യാൻ പറ്റുന്ന ഡാറ്റ കിട്ടും, പക്ഷേ അതിനെ മിസ്യൂസ് ചെയ്യരുത്. അത് ഇതെല്ലാം ലീഗലി നമ്മളൊരു എഴുതുന്ന കോൺട്രാക്റ്റിലൊക്കെ ഉണ്ടാവും. ഒരു പെൻ ടെസ്റ്റിംഗ് തുടങ്ങുന്നതിന് മുമ്പ് നമ്മൾ നോൺ ഡിസ്ക്ലോഷർ അഗ്രിമെൻറ്റും വേറെ റൂൾസ് ഓഫ് എൻഗേജ്മെൻറ്റ്, ഇങ്ങനെ കുറേ ഡോക്യുമെൻറ്റ്സ് ഒക്കെ ക്രിയേറ്റ് ചെയ്യും. ഇതൊക്കെ കഴിഞ്ഞിട്ടാണ് നമ്മൾ തുടങ്ങുക. പക്ഷെ നമ്മുടെ കയ്യിൽ ഡാറ്റ കിട്ടുമ്പോൾ നമുക്കത് എന്ത് ചെയ്യണമെന്നുള്ള അറ്റ് ദി എൻഡ് ഓഫ് ദി ഡേ എൻ്റെ തീരുമാനമാണല്ലോ. എനിക്ക് എന്ത് വേണമെങ്കിലും ചെയ്യാം. എനിക്ക് വേണമെങ്കിൽ ആരും അറിയാണ്ട് ആ ഡാറ്റ എടുത്ത് മാറ്റി വെക്കാം. ഇപ്പോൾ ഞാനിപ്പോൾ ഒരു വെച്ചിട്ട് ടെസ്റ്റ് ചെയ്തു, എനിക്ക് കുറേ ക്രെഡിറ്റ് കാർഡിൻ്റെ ലിസ്റ്റ് കിട്ടി. എനിക്ക് ആരോടും പറയേണ്ട ആ ഡാറ്റ ആണെങ്കിൽ എടുത്ത് എൻ്റെ ഹാർഡ് ഡിസ്ക് മാറ്റി വെച്ചിട്ട് പിന്നീട് എപ്പോഴെങ്കിലും എനിക്ക് ആ ക്രെഡിറ്റ് കാർഡിൽ നിന്ന് വേണമെങ്കിൽ പൈസ എടുക്കാം. ഇതൊക്കെ ചെയ്യാം. ഇതൊക്കെ ചെയ്യാനുള്ള പോസിബിലിറ്റി. പക്ഷേ ചെയ്യാതിരിക്കുക എന്നുള്ളതാണ് ഇവിടുത്തെ ഒരു വ്യത്യാസം. ഒരു ഹാക്കറും പെൻടെസ്റ്ററും തമ്മിലുള്ള വ്യത്യാസമാണ്. ഒരു ഹാക്കർ ആണെങ്കിൽ അയാളത് ചെയ്യും, അയാൾ അതിൽ നിന്ന് പൈസ എടുക്കും, അയാൾ അതിൽ നിന്ന് പൈസ ഇല്ലീഗലായിട്ട് എടുത്ത് അയാളുടെ അക്കൗണ്ടിലേക്ക് മാറ്റാം. പക്ഷെ ഒരു പെൻടെസ്റ്റർ ഒരിക്കലും എന്ത് ചെയ്യില്ല, അത് ചെയ്യില്ല. അയാൾ എപ്പോഴും ആ ഡാറ്റ മിസ്യൂസ് ചെയ്യില്ല. ഒരു എത്തിക്സ് ഉണ്ടാവും. അതുകൊണ്ടാണ് എത്തിക്കൽ ഹാക്കർ എന്ന് വിളിക്കുന്നത്. അതായത് നല്ലവനായ കള്ളൻ എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റാണ്. ചെയ്യുന്ന പണി അത് തന്നെയാണ്, പക്ഷെ നമ്മൾ ചെയ്യുന്നത് നല്ലതിന് വേണ്ടിയിട്ടാണ്. ഇങ്ങനെയൊക്കെ പറയും. ഇതാണ് ഒരു ഡിഫറൻസ്. എത്തിക്കൽ ഹാക്കിങ്ങും അല്ലാതെ ഒരു ബ്ലാക്ക് ഹാറ്റ് ഹാക്കിങ്ങും ഒക്കെ തമ്മിലുള്ള ഒരു ഡിഫറൻസും. എത്തിക്കൽ ഹാക്കിങ്ങിൻ്റെ ഒരു കോൺസെപ്റ്റ് എന്താണ് എത്തിക്കൽ ഹാക്കിംഗ് ചോദിച്ചാൽ ഇതാണ് എത്തിക്കൽ ഹാക്കിംഗ്. ഇങ്ങനെയാണ് നമ്മൾ എത്തിക്കൽ ഹാക്കിംഗ് നമുക്ക് പറയാൻ പറ്റും. അപ്പോൾ എത്തിക്കൽ ഹാക്കിങ്ങിനെ സംബന്ധിച്ചിടത്തോളം എത്തിക്കൽ ഹാക്കിംഗ് എന്ന് പറയുന്ന കുറച്ച് ഫേസുകൾ, കുറച്ച് പ്രോസസ്സ് ശരിക്കും അതിനകത്ത് ചെയ്യാറുണ്ട്. ഇത് നിർബന്ധമായിട്ട് ഈ പ്രോസസ്സുകൾ തന്നെ ഫോളോ ചെയ്യണമെന്നില്ല, പക്ഷേ എന്നാലും നമ്മൾ ജനറലായിട്ട് ഫോളോ ചെയ്യുന്ന കുറച്ച് സ്റ്റെപ്പുകളുണ്ട്. ഒരു 5 ഫേസ് അപ്രോച്ചാണ്. പക്ഷേ അത് 5 ഫേസ് തന്നെ ആവണമെന്നില്ല, പല രീതിയിലാവട്ടെ. ഓരോ അറ്റാക്ക് ചെയ്യുന്ന ഓരോ ആൾക്കാരും ഓരോ രീതിയിലാണ് ചെയ്യുന്നത്. എങ്ങനെ ചെയ്താലും ആദ്യത്തെ ഒരു സ്റ്റെപ്പ് എന്ന് പറയുന്നത് എപ്പോഴും ഇൻഫർമേഷൻ ഗ്യാതറിംഗ് എന്ന് പറയുന്ന ഒരു സ്റ്റെപ്പാണ്. ഇൻഫർമേഷൻസ് ഗ്യാതർ ചെയ്യുക. ഇൻഫർമേഷൻ ഗ്യാതറിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റെക്കണസൻസ് എന്ന് വിളിക്കാറുണ്ട്, ഡാറ്റ ഇൻ്റലിജൻസ് എന്ന് വിളിക്കാറുണ്ട്. അങ്ങനെ പല പേരുകളിൽ ഇതുണ്ട്. ബേസിക്കലി ഇൻഫർമേഷൻസ് കളക്ട് ചെയ്യുക. നമ്മൾ അറ്റാക്ക് ചെയ്യാൻ പോകുന്ന ടാർഗറ്റിനെ പറ്റിയുള്ള ഇൻഫർമേഷൻസ് കളക്ട് ചെയ്യുക. നമ്മൾ ആരെയാണ് അറ്റാക്ക് ചെയ്യുന്നത് ആ ടാർഗറ്റിനെ പറ്റിയുള്ള ഇൻഫർമേഷൻ കളക്ട് ചെയ്യുക.
അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇൻഫർമേഷൻ ഗ്യാതറിങ്ങിൻ്റെ തന്നെ ഭാഗമായിട്ടുള്ള വേറൊരു സ്റ്റെപ്പ് ഉണ്ട്, നെറ്റ്വർക്ക് സ്കാനിങ്. ഇത് ശരിക്കും ഇങ്ങനെ ഒരു മെത്തഡോളജി ഫസ്റ്റ് ക്രിയേറ്റ് ചെയ്യുന്ന ഈസി കൗൺസിലിൻ്റെ ഒരു CH എന്ന് പറയുന്ന കോഴ്സില്ല, സർട്ടിഫൈഡ് എത്തിക്കൽ ഹാക്കർ കോഴ്സിലാണ് ഇങ്ങനെ മെത്തഡോളജി അത് എസ്റ്റാബ്ലിഷ്ഡ് ആവുന്നത്. ഇങ്ങനെ ഒരു മെത്തഡോളജി ഈ ഇൻഫർമേഷൻ ഗ്യാതറിങ്, നെറ്റ്വർക്ക് സ്കാനിങ്, അങ്ങനെ ഒരു ഫേസ്ഡ് അപ്രോച്ച്, ഒരു 5 ഫേസുകളാണ് ഉള്ളത്. 5 ഫേസിൻ്റെ അപ്രോച്ച് ശരിക്കും ക്രിയേറ്റ് ചെയ്യുന്ന ഈ ഈസി കൗൺസിലിൻ്റെ CHൻ്റെ ഒരു കോഴ്സിൻ്റെ ഭാഗമായിട്ടാണ്. പക്ഷേ ഇത് ഒഫീഷ്യലാണോ, ഇത് ഇങ്ങനെ തന്നെ ഫോളോ ചെയ്യണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അങ്ങനെയൊന്നുമില്ല, നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ ചെയ്യാം. പക്ഷെ നമ്മൾ ചെയ്യുന്ന ഒരു പ്രോസസ്സ് എപ്പോഴും ഇത് തന്നെ ആയിരിക്കും. നമ്മൾ ഡാറ്റ കളക്ട് ചെയ്യുന്നു, ആ ഡാറ്റയിൽ നിന്ന് പ്രശ്നങ്ങൾ എന്തൊക്കെയാണ് ഐഡന്റിഫൈ ചെയ്യുന്നു, വിച്ച് ഇസ് തേർഡ് സ്റ്റെപ്പ്, വൾണറബിലിറ്റി അസസ്മെന്റ് എന്ന് വിളിക്കാം. വൾണറബിലിറ്റി അസസ്മെന്റ് ചെയ്യുന്നു. അപ്പോൾ നമ്മൾ വൾണറബിലിറ്റീസ് കണ്ടുപിടിച്ചു. അപ്പോൾ നമ്മൾ ഇൻഫർമേഷൻസ് കളക്ട് ചെയ്യുന്നു, അത് തന്നെ ടെക്നിക്കലായിട്ടുള്ള ഇൻഫർമേഷൻസ് കളക്ട് ചെയ്യുന്നു. നോൺ ടെക്നിക്കൽ ഇൻഫർമേഷൻസും ഉണ്ട്. അപ്പോൾ നോൺ ടെക്നിക്കൽ ഇൻഫർമേഷൻസ് കളക്ട് ചെയ്യുന്നു, ടെക്നിക്കൽ ഇൻഫർമേഷൻ കളക്ട് ചെയ്യുന്നു. എന്നിട്ട് നമ്മൾ ആ ഇൻഫർമേഷൻസ്, നമുക്ക് കിട്ടിയ ഇൻഫർമേഷൻസ് വെച്ചിട്ട് നമ്മൾ എന്തൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടെന്ന് ഐഡന്റിഫൈ ചെയ്യുന്നു. നമുക്ക് വീക്ക് പോയിന്റുകൾ ഐഡന്റിഫൈ ചെയ്യുന്നു, വീക്ക് സ്പോട്ടുകൾ ഐഡന്റിഫൈ ചെയ്യുന്നു. അതാണ് വൾണറബിലിറ്റി അസസ്മെന്റ് എന്ന് പറയുന്നത്. അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യുന്നു, ആക്സസ് ഗെയിൻ ചെയ്യുന്നു, വിച്ച് ഇസ് ഗെയിനിങ് ആക്സസ്. നമ്മൾ വൾണറബിലിറ്റി അസസ്മെന്റ് ചെയ്തപ്പോൾ നമുക്ക് മനസ്സിലായല്ലോ എന്തൊക്കെ സെക്യൂരിറ്റി പ്രോബ്ലംസ് ഉണ്ട് എന്നുള്ളത്. അതിനെപ്പറ്റി ആ പർട്ടിക്കുലർ വൾണറബിലിറ്റി ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, സിസ്റ്റത്തിനകത്തേക്ക് കയറുന്നു. ഓക്കെ, പിന്നെ ഉള്ള 2 സ്റ്റെപ്പുകൾ ഡിപ്പെൻസ് ആണ്. ഇത്രയാണ് ഒരു എത്തിക്കൽ ഹാക്കിംഗ് എന്ന് പറയുന്നത്. നമ്മൾ ഫസ്റ്റ് ഇൻഫർമേഷൻസ് കളക്ട് ചെയ്തു, വൾണറബിലിറ്റി അതായത് സെക്യൂരിറ്റി വീക്ക് പോയിന്റുകൾ ഐഡന്റിഫൈ ചെയ്തു, നമ്മൾ ആക്സസ് ചെയ്തു. ഇത്രയും കഴിയുമ്പോൾ നമ്മുടെ കയ്യിലായി, സിസ്റ്റം നമ്മളുടെ കയ്യിലുണ്ട്. അതായത് നമ്മൾ ആദ്യം ഇൻഫർമേഷൻസ് കിട്ടി, വൾണറബിലിറ്റി കണ്ടുപിടിച്ചു, സിസ്റ്റം നമ്മുടെ കയ്യിൽ കിട്ടി. അപ്പോൾ ഈ 3 സ്റ്റെപ്പിൽ കൂടെ നമ്മൾ സിസ്റ്റം നമ്മുടെ കയ്യിൽ കിട്ടി. ഇനി സിസ്റ്റം കയ്യിൽ കിട്ടിക്കഴിഞ്ഞാൽ അടുത്തത് എന്ത് എന്നുള്ളൊരു ചോദ്യമുണ്ട്. അടുത്തതെന്ന് പറയുന്ന പല കോൺസെപ്റ്റാണ്. ചിലപ്പോൾ ഡാറ്റ എടുക്കുന്നതാവാം, ചിലപ്പോൾ വേറെ എന്തെങ്കിലും കാര്യം, ക്യാൻ ബി എനിത്തിങ്. ഇതിലൊക്കെ ഉപയോഗിക്കുന്ന കുറേ മെത്തഡോളജീസ് ഉണ്ട്. കോൾഡസ് ഇപ്പോൾ സൈബർ കിൽ ചെയിൻ എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് ഒക്കെ ഉണ്ട്. അപ്പോൾ എനിവേ ഈ ഡാറ്റ ആക്സസ് കിട്ടിക്കഴിഞ്ഞാൽ അടുത്തൊരു കാര്യം എന്താ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ, നോർമലി നമ്മൾ ആക്സസ് മെയിൻറ്റെയിൻ ചെയ്യുക എന്നുള്ളത്, മെയിൻറ്റെയിനിങ് ആക്സസ്. അതൊരു അറ്റാക്കർ ചെയ്യുന്ന രീതിയാണ്. ഒരു പെൻടെസ്റ്റർ അത് ചെയ്യേണ്ട ആവശ്യമില്ല. ഒരു മെയിൻറ്റെയിനിങ് ആക്സസ് എന്ന് പറയും. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ആക്സസ് കിട്ടിയല്ലോ, അപ്പോൾ എനിക്കിപ്പോൾ കിട്ടി, പക്ഷെ ലെറ്റ്സ് എനിക്കൊരു 4-5 മാസം കഴിഞ്ഞിട്ട് വീണ്ടും ഈ സിസ്റ്റത്തിനകത്തേക്ക് തിരിച്ചു വരണമെന്ന് വെച്ചു. അപ്പോൾ എനിക്ക് ഇത്രയും സ്റ്റെപ്പുകൾ ആദ്യം തൊട്ട് ഇൻഫർമേഷൻസ് കളക്ട് ചെയ്ത് വൾണറബിലിറ്റി ആഡ്, ഇതൊന്നും ചെയ്യാണ്ട് ഞാൻ അവിടെ ഒരു ബാക്ക് ഡോർ ഇടുന്നു. ഒരു ബാക്ക് ഡോർ എന്ന് പറയുന്ന ഒരു പ്രോഗ്രാം എഴുതിയിടുന്നു. ആ പ്രോഗ്രാം എഴുതിയിട്ടിട്ട് അത് എവിടെയെങ്കിലും ആ സിസ്റ്റത്തിൽ എവിടെയെങ്കിലും കൊണ്ട് ഒളിപ്പിച്ച് വെക്കുന്നു, എനിക്ക് മാത്രം ആക്സസ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ. അപ്പോൾ എനിക്ക് എപ്പോൾ വേണമെങ്കിലും ആ സിസ്റ്റത്തിലേക്ക് എന്ത് ചെയ്യുക, ആ പ്രോഗ്രാം ഉപയോഗിച്ചുകൊണ്ട് തിരിച്ചു ചെന്ന് കയറാം. ഒരു ബാക്ക് ഡോർ എന്ന് പറയും. എനിക്ക് എപ്പോൾ വേണമെങ്കിലും ആക്സസ് ചെയ്യാനായിട്ടുള്ള ഒരു വഴി ഞാൻ അവിടെ ഓപ്പൺ ആക്കിയിടും. അതിനാണ് മെയിൻറ്റെയിനിങ് ആക്സസ് എന്ന് പറയുന്നത്. ഇതൊരു അറ്റാക്കർ ചെയ്യേണ്ട രീതിയാണ്. ഒരു അറ്റാക്കർ ചെയ്യുന്ന സമയത്താണ് അയാൾ ചെയ്യുക. ഒരു അറ്റാക്കർ ഒരു മെഷീൻ അറ്റാക്ക് ചെയ്ത് കഴിഞ്ഞാൽ അയാൾ എന്ത് ചെയ്യും, അതിനകത്തൊരു ബാക്ക് ഡോർ ഇട്ട് വെക്കും. ബാക്ക് ഡോർ ഇട്ട് വെച്ചിട്ട് അയാൾക്ക് പിന്നീട് എപ്പോഴെങ്കിലും ആ സെർവർ ആക്സസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അയാൾക്ക് എന്ത് ചെയ്താൽ മതി, ആ ബാക്ക് ഡോർ സെർവർ ആക്സസ് ചെയ്യും. അതിന് വേണ്ടി ഒരു ഇതിന് വേണ്ടിയിട്ടാണ്, നമുക്ക് എപ്പോൾ വേണമെങ്കിലും ആക്സസ് ചെയ്യാം എന്നുള്ളതിന് വേണ്ടിയിട്ട്. ഇത് സംഭവിക്കാതിരിക്കാൻ ഈ ബാക്ക് ഡോർ അവിടെ ഉണ്ട്, ചിലപ്പോൾ അറ്റാക്ക് ഇട്ടിട്ടുണ്ടാവുമല്ലോ, അതവിടെ സംഭവിക്കാതിരിക്കാൻ, അങ്ങനെ ഒരു സാധനം അവിടെ എക്സിസ്റ്റ് ചെയ്യാതിരിക്കാനാണ് നമ്മൾ ശരിക്കും സൈബർ ഫോറൻസിക്സ് ഒക്കെ ആവശ്യമുള്ളത്. ഇപ്പോൾ ഒരു അറ്റാക്ക് സംഭവിച്ചു കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും, ഫോറൻസിക് ഇൻവെസ്റ്റിഗേഷൻ കണ്ടക്ട് ചെയ്യും. അറ്റാക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് ഇപ്പോൾ ഫോറൻസിക് കണ്ടക്ട് ചെയ്തിട്ട് എന്താ കാര്യം ചോദിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ ഒരു ബാക്ക് ഡോർ അവിടെ ഉണ്ടെങ്കിലോ, അറ്റാക്കർ അവിടെ ഇട്ടിട്ടാണ് പോയെങ്കിൽ അതില്ലാണ്ടാക്കണം. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ശരിക്കും ഇതെല്ലാം കണക്റ്റഡ് ആണ് കേട്ടോ, ഇതെല്ലാം കണക്റ്റഡ് ആണ്. അപ്പോൾ ഇതൊരു പെനിട്രേഷൻ ടെസ്റ്ററിനെ സംബന്ധിച്ചിടത്തോളം മെയിൻറ്റെയിനിങ് ആക്സസ് ആവശ്യമില്ല, ഗെയിനിങ് ആക്സസ് വരെ കഴിഞ്ഞു. കാര്യം പെൻടെസ്റ്ററിനെ സംബന്ധിച്ചിടത്തോളം അതിന്റെ ആവശ്യം പിന്നെ വരുന്നില്ല, അയാൾ അതിനകത്ത് ബാക്ക് ഡോർ ഇടേണ്ട ആവശ്യമില്ല. പക്ഷെ വേണമെങ്കിൽ ടെസ്റ്റ് ചെയ്ത് കണ്ടുപിടിച്ച് ആക്സസ് കൊടുത്ത് അയാൾക്ക് അവിടെ തീരുന്ന ഒരു പ്രോസസ്സാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. അയാൾക്ക് അതവിടെ ചെയ്യേണ്ട ആവശ്യമില്ല. പക്ഷേ ചില സമയത്ത് ഇപ്പോൾ നമുക്ക് ബാക്ക് ഡോർ ഇടാൻ പറ്റുമോ എന്ന് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ബാക്ക് ഡോർ ഇട്ട് നോക്കാം. ദാറ്റ്സ്. അപ്പോൾ ഇതൊരു ജനറിക് ആയിട്ട് ഞാൻ പറഞ്ഞ പെൻടെസ്റ്ററിന് ആവശ്യമില്ല, എന്നാലും ചെയ്ത് നോക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ്. പിന്നെ ഒരു സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഇറ്റ്സ് കോൾഡ് ക്ലിയറിംഗ് ട്രാക്സ് എന്ന് പറയും. ക്ലിയറിംഗ് ട്രാക്സ് ഇത് ഒരു അറ്റാക്കർ ചെയ്യുന്നതാണ്. കാര്യം അറ്റാക്കർ കയറുമ്പോൾ എന്ത് സംഭവിക്കും, അറ്റാക്കറിന്റെ IP അഡ്രസ്സ്, അയാളുടെ ഡിവൈസിന്റെ ഡീറ്റെയിൽസ്, ഇങ്ങനെ കുറേ ഇൻഫർമേഷൻസ്, തെളിവുകൾ നശിപ്പിക്കണം, അത് എവിഡൻസസ് ഇല്ലാണ്ടാക്കണം. കാര്യം പിന്നീടൊരു ഇൻവെസ്റ്റിഗേഷൻ നടന്ന് ഇയാളെ കണ്ടുപിടിക്കാൻ പാടില്ലല്ലോ. അപ്പോൾ അയാൾക്ക് കിട്ടിയ ഇൻഫർമേഷൻസിന് ഇല്ലാണ്ടാക്കാൻ പറ്റണം. അതാണ് ക്ലിയറിംഗ് ട്രാക്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു ഫേസിൽ കൂടി ഇത്രയും ഫേസുകളാണ് നമ്മൾ ഫോളോ ചെയ്യുക. ഇൻഫർമേഷൻ ഗ്യാതറിങ്, നെറ്റ്വർക്ക് സ്കാനിങ്, വൾണറബിലിറ്റി അസസ്മെന്റ്, ഗെയിനിങ് ആക്സസ്, മെയിൻറ്റെയിനിങ് ആക്സസ്, ക്ലിയറിംഗ് ട്രാക്സ്, ഇങ്ങനെ പല സ്റ്റെപ്പുകളിൽ കൂടെയാണ് നമ്മൾ ചെയ്യുക. പല സ്റ്റെപ്പ് ഈ സ്റ്റെപ്പുകൾ തന്നെ ഫോളോ ചെയ്യണമെന്ന് നിർബന്ധമൊന്നുമില്ല. ആദ്യത്തെ ഒരു 4 സ്റ്റെപ്പ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൂ. നമ്മൾ നോൺ ടെക്നിക്കൽ ഇൻഫർമേഷൻസ് കളക്ട് ചെയ്യുക, ടെക്നിക്കൽ ഇൻഫർമേഷൻസ് കളക്ട് ചെയ്യുക, വൾണറബിലിറ്റീസ് കണ്ടുപിടിക്കുക, ആക്സസ് ഗെയിൻ ചെയ്യും. അതോടുകൂടി നമ്മുടെ കഴിഞ്ഞു. പിന്നെ എന്ത് ചെയ്യണം എന്നുള്ള നമ്മുടെ കയ്യിലുള്ള തീരുമാനമാണ്. ഇന്റൻഷൻ എന്താണെന്നുള്ളതാണ്. നമ്മളുടെ ഇന്റൻഷൻ നല്ലതാണെന്നുണ്ടെങ്കിൽ ഇതൊക്കെ കണ്ടുപിടിച്ച വഴിയൊക്കെ കണ്ടുപിടിക്കുക, റിപ്പോർട്ട് ചെയ്യുക, പരിപാടി കഴിയുക. ഇനി ഇന്റൻഷൻ മോശമാണെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുക, ഇപ്പോൾ ഡാറ്റ എടുക്കാനാണ് ഡാറ്റ എടുക്കുക. ദാറ്റ്സ് വാട്ട്. അപ്പോൾ അങ്ങനെ ചെയ്യും. ഇപ്പോൾ ഡാറ്റ എടുക്കുക എന്നുള്ളതാണ് ഭൂരിഭാഗം ആൾക്കാരും ചെയ്യട്ടോ. അതാണ് ഒന്നത്തെ കാര്യം. അതായത് ഈ ആക്സസ് കിട്ടിക്കഴിഞ്ഞാൽ എല്ലാവരും ചെയ്യുന്ന ഒരു കാര്യം, ഈ ബ്ലാക്ക് അറ്റാക്കേഴ്സിനെ സംബന്ധിച്ചിട്ടുള്ള അവർ ചെയ്യുന്ന കാര്യം, അവർ ആ
യൂസേഴ്സിൻ്റെ ഇൻഫർമേഷൻസ് എടുക്കും, അവരുടെ ഇമെയിൽ ഐ ഡി, ഫോൺ നമ്പർ, പാസ്വേഡ്, അങ്ങനെ ഇൻഫർമേഷൻസ് എടുക്കും. എല്ലാം എടുത്തിട്ട് ഡൗൺലോഡ് ചെയ്തൊരു ഡാറ്റാബേസ് ആക്കും. എന്നിട്ട് എന്ത് ചെയ്യും? എന്നിട്ട് ഏതെങ്കിലും ഡാർക്ക് വെബിൽ ഏതെങ്കിലും ഫോറംസിലോ അല്ലെങ്കിൽ എവിടെയെങ്കിലും കൊണ്ടുപോയിട്ടിട്ട് അത് സെല്ല് ചെയ്യും. അത് സെല്ല് ചെയ്യുന്നത് ഭയങ്കര പ്രവേശനമാണ് സെല്ല് ചെയ്യും. ഇപ്പോൾ ഇന്ത്യയിൽ കഴിഞ്ഞ 2024 ജാനുവരിയിലോ ഫെബ്രുവരിയിലോ മറ്റുമാണ്, ഫെബ്രുവരി ഫസ്റ്റ് ഹാഫിലാണ് ഒരു ഡാറ്റ ബ്രീച്ച് ഉണ്ടായി. ഈ ഡാറ്റ ബ്രീച്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 815 മില്യൺ ഡാറ്റാസ് മറ്റുമാണ്. അത്രയും ലാർജ് ഡാറ്റയാണ്. അതിനകത്ത് ആധാർ കാർഡ്, ഫോൺ നമ്പർ, പേരൻസ് ഡീറ്റെയിൽസ്, അഡ്രസ് ഡീറ്റെയിൽസ്, സിറ്റി, ആധാർ കാർഡിൻ്റെ ഡീറ്റെയിൽസ്, അങ്ങനെ കുറേ പേഴ്സണൽ ഇൻഫർമേഷൻസ് ഉള്ള ഒരു സാധനം. അത് ഏകദേശം $3000 മറ്റുമാണ് സെല്ല് ചെയ്യാനിട്ട്. $4000 സെല്ല് ചെയ്യാനിട്ട്. ഇന്ത്യൻ റുപ്പീസിൽ ഏകദേശം ഒരു 3.5-4 ലക്ഷം രൂപ വരെ വരും. അപ്പോൾ അത്രയും പൈസക്കൊക്കെയാണ് ആൾക്കാർ ഇത് ഈ ഡാറ്റാബേസ് എടുത്ത് കഴിഞ്ഞാൽ എന്ത് ചെയ്യുക? സെല്ല് ചെയ്യാൻ വെക്കുക. എന്നിട്ട് സെല്ല് ചെയ്ത് അതിൽ നിന്ന് പൈസ ഉണ്ടാക്കുന്നു. ദെൻ ദ സെയിം പ്രോസസ് കണ്ടിന്യൂസ്. വീണ്ടും അറ്റാക്ക് ചെയ്യുന്നു, ഡാറ്റ എടുക്കുന്നു, സെല്ല് ചെയ്യുന്നു, പൈസ ഉണ്ടാക്കുന്നു, അങ്ങനെ കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കും. അപ്പോൾ ഇങ്ങനെയുള്ള രീതിയിലാണ് ഉദ്ദേശമെങ്കിൽ യൂസേഴ്സിൻ്റെ ഡാറ്റ ഡൗൺലോഡ് ചെയ്യുന്നു, പോകുന്നു. ഇങ്ങനെ പല രീതിയിലാട്ടോ. ഇത് പർപ്പസിനനുസരിച്ച് ഈ സ്റ്റെപ്പുകൾ മാറാം. ജനറിക്കലി ഈ ഇൻഫർമേഷൻ ഗ്യാതറിങ്, നെറ്റ്വർക്ക് സ്കാനിങ്, വൾണറബിലിറ്റി അസസ്മെന്റ് ഒക്കെയാണ് വരിക. ആ ഒരു സംഭവം ചെയ്യുന്നതും പ്രത്യേകിച്ച് ആ കമ്പനി അറിയണമെന്നില്ല, ഇല്ല, ആ പ്രൊഡക്റ്റ് ടീം അറിയണമെന്നില്ല. ഇല്ല, അറ്റാക്ക് ചെയ്യുന്നു, ഡാറ്റ എടുക്കുന്നു, പോകുന്നു. അവിടെ എന്തെങ്കിലും ഡാമേജ് ഉണ്ടാക്കിയാൽ മാത്രമേ അവർ ചിലപ്പോൾ അത് അറിയാം. notice ചെയ്യൂ. അവിടെയാണ് ശരിക്കും പറഞ്ഞാൽ ഈ ഡിഫെൻസീവ് സൈഡിൻ്റെ ആവശ്യം വരുന്നത്. നമ്മുടെ സോക്ക്, സെക്യൂരിറ്റി ഓപ്പറേഷൻ സെന്റർ ഒക്കെ ഉണ്ടെങ്കിൽ ശരിക്കും പറഞ്ഞാൽ നമുക്ക് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും. അതായത് ഒരു അറ്റാക്ക് ഉണ്ടാകുമ്പോൾ ഉണ്ടാകുന്ന ഒരു ട്രാഫിക്കും വെച്ചൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ഒരു അറ്റാക്ക് നടക്കുന്നുണ്ടെന്നുള്ളത്. അവിടെയാണ് ശരിക്കും ഇതിന്റെ ആവശ്യം. ബിൽഡ് ചെയ്യുന്നത്. അതെ, ഇതൊക്കെ സോക്കിന്റെ കോൺസെപ്റ്റുകൾ, സോക്ക് ടീമിന്റെ ഒക്കെ ഒരു ഡിഫെൻസീവ് സൈഡിന്റെ ആവശ്യം അവിടെയാണ് വരുന്നത്. അതായത് ഇവരില്ലെങ്കിൽ എന്താ പ്രശ്നം ചോദിച്ചു കഴിഞ്ഞാൽ ഇങ്ങനെ അറ്റാക്ക് ആണെന്ന് ചിലപ്പോൾ അറിഞ്ഞില്ലാന്ന് വരാം. ഇപ്പോൾ ഒരു അറ്റാക്കർ കയറി അറ്റാക്ക് ചെയ്തു, അയാളുടെ ഡാറ്റ എടുത്തു, പോയി. അയാൾ ഒരു തരത്തിലുള്ള പ്രശ്നം അവിടെ ഉണ്ടാക്കില്ല, ഒരു ഡാമേജ് ഉണ്ടാക്കിയില്ല, ഒരു തരത്തിലുള്ള മാറ്റങ്ങളും വരുത്തിയില്ല എന്നുണ്ടെങ്കിൽ ആരും അറിയില്ല. ആരും അറ്റാക്ക് നടന്നത് തന്നെ അറിയില്ല. കുറേ മാസങ്ങൾ കഴിഞ്ഞിട്ട് വല്ല ഡാറ്റ പുറത്ത് വരുമ്പോഴോ അല്ലെ വേറെ എന്തെങ്കിലും അസസ്മെന്റ് ചെയ്യുമ്പോഴോ ആയിരിക്കും ഇതൊക്കെ അറിയുന്നത്, ഇങ്ങനെ അറ്റാക്ക് നടന്നു എന്ന് അറിയുന്നത്. അപ്പോൾ പക്ഷെ സോക്ക് പോലെ ഡിഫെൻസീവ് ടീംസോ ഡിഫെൻസീവ് മെക്കാനിസംസോ ഉള്ളൊരു സ്ഥലത്ത് സംഭവിച്ച സോക്ക് ആർക്കിടെക്ചർ അങ്ങനെ തന്നെ. നമ്മളിപ്പോ ഒരു സോക്ക് ആർക്കിടെക്ചർ ഒരു പ്രൊഡക്റ്റിൽ ബിൽഡ് ചെയ്ത് അല്ലെങ്കിൽ ഇംപ്ലിമെന്റ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു അറ്റാക്ക് വന്നു കഴിഞ്ഞാൽ നമുക്കത് വരും. അതെ. അപ്പോൾ ശരിക്കും പറഞ്ഞ ഒരു അറ്റാക്ക് നടന്നാൽ അറിയണമെങ്കിൽ ഇതൊക്കെ ആവശ്യമാണ്. അപ്പോൾ ഇത് അറിയണമെന്ന് നമ്മളെ 1 year കോഴ്സിന്റെ അവരുടെ ഒരു മൊഡ്യൂൾ ഉണ്ട്, സോക്ക് എന്നുള്ള മൊഡ്യൂൾ. അപ്പൊ അതിൽ അവരെ എന്തിലൊരു പ്രൊജക്ട് എന്ന് പറയുന്നത് ഇങ്ങനെ ഒരു സോക്ക് ആർക്കിടെക്ചർ ബിൽഡ് ചെയ്യാന്നുള്ളതാണ്. സോക്ക് ഇംപ്ലിമെന്റ് ചെയ്യുക, അതില് ഒരു അറ്റാക്ക് നടന്നു കഴിഞ്ഞാൽ അവിടെ ടിക്കറ്റ് റൈസ് ആവണം, അത് റിസോൾവ് ആവണം, ലോഗ് ചെയ്യാൻ പറ്റണം. ഒരു കോൺസെപ്റ്റ് ശരിക്കും ആവശ്യമാണ്. ശരിക്കും ഡിഫെൻസീവ് മെക്കാനിസംസ് ഇല്ലാന്നുണ്ടെങ്കിലും പ്രശ്നമാണ്. അപ്പോൾ ഇനി ഈ ഒരു പ്രോസസ്സ് ഫോളോ ചെയ്തതെന്നാണ് എത്തിക്കൽ ഹാക്കിംഗ് എന്ന് പറയുന്നത്. ഇനി ഇതിലെ പ്രോസസ്സുകൾ ഓരോന്നിനെ നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് ഡിസ്കസ് ചെയ്യാന്നുള്ളതാണ് അപ്കമിങ് വീഡിയോസ് ഉള്ളത്. ഇതിൽ ഇൻഫർമേഷൻ ഗ്യാതറിങ് എങ്ങനെയാണ് ചെയ്യുന്നത്, നെറ്റ്വർക്ക് എങ്ങനെയാണ് സ്കാൻ ചെയ്യുക, വൾണറബിലിറ്റി അസസ്മെന്റ് എങ്ങനെയാണ് ചെയ്യുക, ആക്സസ് എങ്ങനെയാണ് ഗെയിൻ ചെയ്യുക, ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് നമ്മൾ ഇനി അങ്ങോട്ടുള്ള വീഡിയോസിൽ ഡിസ്കസ് ചെയ്യുക. മേജർലി ഈ ഒരു സ്റ്റെപ്പുകളാണ് നമ്മൾ ശരിക്കും ഫോളോ ചെയ്യുന്നത്. ഇത്രയാണ് നമ്മൾ ഈ വീഡിയോയിൽ കവർ ചെയ്യുന്നത്. അതായത് എത്തിക്കൽ ഹാക്കിംഗ് എന്താണ്, എത്ര ടൈപ്പ് ഓഫ് ഹാക്കേഴ്സ് ഉണ്ട്, അതിൻ്റെ ഒരു ബേസിക് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ഇങ്ങനെയാണ് അത് ആ ഒരു പ്രോസസ്സ് നടക്കുന്നത് എന്നുള്ളത്. ഇതിൽ ഓരോ നമുക്ക് അടുത്ത വീഡിയോയിൽ ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്യാം. പിന്നെ നിങ്ങൾ ഈ ട്യൂട്ടോറിയൽ കാണുമ്പോൾ നിങ്ങൾ ബാക്കിയുള്ള ട്യൂട്ടോറിയൽ പോലെ നമ്മളിപ്പോൾ ഒരു വെബ് ഡെവലപ്മെന്റ് പഠിക്കാൻ അല്ലെങ്കിൽ മൊബൈൽ ഡെവലപ്മെന്റ് പഠിക്കാൻ അവിടെ സെക്കൻഡ് എപ്പിസോഡ് അല്ലെങ്കിൽ തേർഡ് എപ്പിസോഡ് നമുക്ക് കംപ്ലീറ്റ് കോഡിങ് ആയിരിക്കും. പക്ഷെ ഇത് അങ്ങനെ ഒരു സബ്ജക്റ്റ് അല്ല. നമുക്ക് ഇതല്ലാതെ കുറച്ച് ബേസിക് നോളജ് നമുക്ക് അറിയേണ്ടതുണ്ട്, എന്നാൽ മാത്രം ബാക്കി നമുക്ക് തുടങ്ങാൻ പറ്റുള്ളൂ. ഇപ്പോൾ നെറ്റ്വർക്ക് എന്താ അല്ലെങ്കിൽ ഇന്റർനെറ്റ് എന്താ, ഹാക്ക് എന്നുള്ള പ്രോസസ്സ് എന്താ, ഇതൊന്നും അറിയാതെ നേരെ പോയിട്ട് ബാക്കിയുള്ളവരോട് തുടങ്ങാൻ പറ്റുമോ? ഇനീഷ്യലി കുറച്ച് തിയറട്ടിക്കൽ കോൺസെപ്റ്റ് ആയിരിക്കും, തിയറട്ടിക്കൽ ടോപ്പിക്സ് ആയിരിക്കും. അത് ഓരോന്ന് മനസ്സിലായിട്ടായിരിക്കും നമ്മൾ അടുത്ത ഓരോ കാര്യങ്ങൾ ടൂൾസും കാര്യങ്ങളൊക്കെ ചെയ്ത് പഠിക്കുന്നുണ്ടാവാം. ഇത്രയാണ് ഈ വീഡിയോയിലുള്ളത്. പിന്നെ ഈ വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് ഇതിൻ്റെ എന്തെങ്കിലും ഡൗട്ടോ അല്ലെങ്കിൽ കണ്ടിട്ട് മനസ്സിലാവാത്ത കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമ്മുടെ ടെലഗ്രാം ഗ്രൂപ്പ് ഉണ്ട് 24/7. അവിടെ നമ്മൾ ടീം സപ്പോർട്ട് ചെയ്യാനുണ്ട്. അപ്പോൾ നമ്മുടെ സൈബർ സെക്യൂരിറ്റി ചലഞ്ചിൽ നിങ്ങൾ ഇതുവരെ രജിസ്റ്റർ ചെയ്തില്ല എന്നുണ്ടെങ്കിൽ രജിസ്ട്രേഷൻ ലിങ്ക് ഞാൻ താഴെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ആ ഡിസ്ക്രിപ്ഷനിലെ രജിസ്ട്രേഷൻ ലിങ്കിൽ ക്ലിക്ക് ചെയ്തിട്ട് ആ രജിസ്ട്രേഷൻ ഫോം ഫില്ല് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്യും, നേരെ നമ്മുടെ ടെലഗ്രാം ഗ്രൂപ്പിലേക്ക് നിങ്ങൾ ആഡ് ആവും. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ആ ടെലഗ്രാം ഗ്രൂപ്പിൽ നിങ്ങൾക്ക് മലയാളത്തിലോ ഇംഗ്ലീഷിലോ വോയിസ് നോട്ടോ മെസ്സേജ് ആയിട്ട് നിങ്ങൾക്ക് ചോദിക്കാൻ പറ്റും. അപ്പോൾ നമ്മുടെ ടീം അവിടെ കണ്ടിന്യൂസ് സപ്പോർട്ടിനുണ്ടാവും. അപ്പം അടുത്ത വീഡിയോയിൽ ഇതിന്റെ ഡീറ്റെയിൽ പോർഷനായിട്ട് അടുത്ത വീഡിയോയിൽ നമുക്ക് ഇൻഫർമേഷൻ ഗ്യാതറിങ് എങ്ങനെയാണ് ചെയ്യേണ്ടത്, ഒരു ഇൻഫർമേഷൻസ് കളക്ട് ചെയ്യുന്ന പ്രോസസ്സ് അല്ലെങ്കിൽ ഇന്റലിജൻസ് ഗ്യാതറിങ് എന്നൊക്കെ പറയുന്ന ആ ഒരു പ്രോസസ്സ് എങ്ങനെയാണ് ചെയ്യേണ്ടത് എന്നുള്ളതാണ് നമ്മൾ അടുത്ത വീഡിയോയിൽ ഡീറ്റെയിൽഡ് ആയിട്ട് നോക്കുക. അതുപോലെ നമ്മൾ അടുത്ത പാർട്ട് റിലീസ് ആവുന്നുണ്ടാവും നമ്മുടെ learn.prototype.com എന്നുള്ള പ്ലാറ്റ്ഫോമിലായിരിക്കും. കംപ്ലീറ്റ്ലി ഫ്രീ ആണ് ആ പ്ലാറ്റ്ഫോം.
അപ്പോൾ അതിൽ കയറി കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമ്മൾ ഇതുവരെ ഇറക്കിയിട്ടുള്ള എല്ലാ ട്യൂട്ടോറിയൽസും അവിടെ പ്രോപ്പറായിട്ട് ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഓരോന്നായിട്ട് എടുത്ത് പഠിക്കാൻ പറ്റും. അപ്പോൾ അതിൻ്റെ ലിങ്കും ഡിസ്ക്രിപ്ഷനിൽ ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഓക്കെ, ബൈ.